السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി സഹോദരിമാരെ, ഉമ്മമാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടയ്ക്കിടെ സ്വഹാബത്തിനെ ഓർമ്മിപ്പിക്കുന്ന തഖ്വയുമായി ബന്ധപ്പെട്ട ഉപദേശം വീണ്ടും ആവർത്തിക്കുകയാണ്. അള്ളാഹു തഖ്വയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വന്നുപോയിട്ടുള്ള തെറ്റുകുറ്റങ്ങളും അപാകതകളും പുറത്തു മാപ്പാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സൃഷ്ടിച്ചതിന് ചില പ്രത്യേക കാരണങ്ങൾ ഉണ്ട്. ഈ ലോകം വെറുതെ ഉണ്ടായതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം ആളുകൾ നമ്മോടൊപ്പം തന്നെ ഈ ദുനിയാവിൽ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഇനി ഈ ലോകമുണ്ട്, ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവില്ല, ഇത് താനെ പൊടുന്നനെ അങ്ങ് ഉണ്ടായതാണ് എന്ന് വിശ്വസിക്കുന്ന, അതിനുവേണ്ടി വാദഗതികൾ ഉയർത്തിവിടുന്ന ഒരു വിഭാഗം ആളുകളും എന്തിന് മുസ്ലിം സമൂഹത്തിനിടയിൽ പോലും ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്നു എന്നത് വേദനാജനകമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അവിടെയാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതം എന്താണ് എന്നും നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ് എന്നും വളരെ മനോഹരമായി നമുക്ക് ജീവിച്ച് മാതൃകയായി കാണിച്ചു തരുന്നത്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ട് പുസ്തകങ്ങൾ, ഒന്ന് ഖുർആനും മറ്റേത് സുന്നത്തും. അതിൽ ഓരോരുത്തർക്കും തോന്നുന്നത് എന്താണോ, ഓരോരുത്തർക്കും മനസ്സിലായത് എന്താണോ അതിനനുസരിച്ച് നമ്മൾ ചെയ്യുക എന്നതായിരുന്നു നമ്മുടെ ദൗത്യമെങ്കിൽ നമുക്കിഷ്ടമുള്ളതുപോലെ നമുക്ക് ജീവിക്കാമായിരുന്നു. നമുക്കിഷ്ടമില്ലാത്തതെല്ലാം നമുക്ക് ഒഴിവാക്കാമായിരുന്നു. പക്ഷേ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന കൽപ്പന, അള്ളാഹുവിൻ്റെ പ്രവാചകൻ നിങ്ങളോട് എന്തു പറഞ്ഞോ അത് നിങ്ങൾ സ്വീകരിക്കണം. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു.
ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോടും നിങ്ങളോടും കൽപ്പിച്ചത് എന്താണോ അത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിച്ച് പാലിക്കണം. അതേപോലെ തന്നെ വമാ നഹൈതുക്കും അൻഹു ഫൻതഹു, അള്ളാഹിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിൽ നിന്നെല്ലാം നമ്മളോട് വിട്ടു നിൽക്കാൻ കൽപ്പിച്ചുവോ അതിൽ നിന്നെല്ലാം വിട്ടു നിൽക്കുക എന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധ ബാധ്യതയാണ്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉദാത്തമായ മാതൃകയുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സാക്ഷ്യപ്പെടുത്തുകയാണ്. ആർക്കാണ്? ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കസീറ, അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന ആൾക്ക്, അള്ളാഹുവിനെ പ്രതീക്ഷിക്കുന്ന ആൾക്ക്, പരലോകത്തെ പ്രതീക്ഷിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉദാത്തമായ മാതൃകയുണ്ട്. എങ്കിൽ അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അയഹ്സബുൽ ഇൻസാനു അൻ യുത്രക സുദ, മനുഷ്യനെ അള്ളാഹ് വെറുതെ വിടുമെന്ന് വിചാരിക്കുന്നുണ്ടോ എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല ചോദിക്കുമ്പോൾ, ഈ പ്രപഞ്ചം അള്ളാഹു സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയാണോ അതേപോലെ തന്നെ നമ്മളാകുന്ന മനുഷ്യരെ സൃഷ്ടിച്ചതിനും പിന്നിലും അള്ളാഹുവിന് കൃത്യമായ ചില ലക്ഷ്യങ്ങളും ബോധ്യങ്ങളുമുണ്ട്. അതാണ് സൂറത്തു ദാരിയാത്തിലെ 56-ാമത്തെ ആയത്തിലൂടെ റബ്ബ് നമ്മളോട് പറയുന്നു, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത് ലിയഅ്ബുദൂൻ, അള്ളാഹനെ മാത്രം ആരാധിക്കാൻ വേണ്ടിയിട്ടാണ്. ഉലമാക്കൾ തഫ്സീറുകളിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ കഴിയും. ഐ യുവഹിദൂനി, അള്ളാഹനെ മാത്രം ആരാധിക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെയാണ് വിഷയം. അള്ളാഹുവിനെ ആരാധിക്കുക എന്നുള്ളതും അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നുള്ളതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയത് 17 തവണ നെഞ്ചത്ത് കൈകെട്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന പരിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തുന്നു. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അല്ലാഹുവേ നിന്നോട് മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത്, നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത്, നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം തേടുന്നതും. സഹോദരങ്ങളെ, ആ മാത്രം എന്ന ആ ഒരു പദം ഒഴിവാക്കുന്നതോടുകൂടി നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് ഞങ്ങൾ സഹായം തേടുന്നു. അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ് ഇൻഷാ അല്ലാഹ് ഈ ഒരു സെഷനിലൂടെ അവസാനിപ്പിക്കുമ്പം നിങ്ങളോട് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം, നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം പറഞ്ഞു നമുക്ക് അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെ ആരാധിക്കണം? അതാണ് വിഷയം. പ്രിയപ്പെട്ട സഹോദരിമാരെ, ഒരു ദിവസം ഒരു കൂരിരുട്ടുള്ള രാത്രിയിൽ വീട്ടിൽ വല്ലാത്ത പ്രയാസങ്ങളും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സിൽ നിന്നും വരുന്ന ചില തേട്ടങ്ങളുണ്ട്. ആ തേട്ടത്തിനാണ് പ്രാർത്ഥന എന്ന് പറയുക. ആ പ്രാർത്ഥന നമ്മൾ ആരോട് നിർവഹിക്കണം? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ നിർവഹിച്ചോ അതാണല്ലോ നമ്മുടെ മാതൃക. വമാ ആതാക്കുമുർ റസൂലു ഫഖുദൂ, അള്ളാഹിൻ്റെ റസൂലാണല്ലോ തൗഹീദ് പഠിപ്പിച്ചത്. അപ്പോൾ എന്തായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറാ ഗുഹയിൽ നിന്ന് അദ്ദേഹത്തിന് വഹി കിട്ടിയതിന് ശേഷം എന്തായിരുന്നു അവിടുത്തെ മാതൃക? മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ സൗർ ഗുഹയിൽ മദീനയിലേക്കുള്ള പലായനത്തിനിടയിൽ അവിടെ കിടക്കുന്ന സമയത്ത്, ശത്രുക്കളുടെ കാലൊച്ചകൾ കേൾക്കുന്ന സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, ശത്രുക്കൾ ഇതാ മുഖാമുഖവുമായി എത്തിയിട്ടുണ്ട്, അവരിതാ അടുത്തെത്തിയിട്ടുണ്ട്, എന്ത് ചെയ്യും? എന്ത് ചെയ്യും? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിമുൽ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെ വിളിച്ചു പ്രാർത്ഥിച്ചോ? എന്താ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ പ്രത്യേകത? അദ്ദേഹത്തിൻ്റെ പേരിലുള്ള മില്ലത്തിലാണ് ഞാനും നിങ്ങളും ഇന്ന് അണിനിരക്കുന്നത്. അസ്ബഹ്നാ അലാ ഫിത്രത്തിൽ ഇസ്ലാം വഅലാ കലിമത്തിൽ ഇഖ്ലാസ് വഅലാ ദീനി നബിയിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ മില്ലത്തി അബീനാ ഇബ്രാഹീമ ഹനീഫൻ മുസ്ലിമൻ വമാ കാന മിനൽ മുശ്രിക്കീൻ. ഋജുവായ പാതയാണിത്, മുസ്ലിമിൻ്റെ പാതയാണ് മില്ലത്ത് ഇബ്രാഹിം എന്ന് പറയുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ ഖലീലാണ്, ഉറ്റ ചങ്ങാതി എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പരിചയപ്പെടുത്തിയ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെ വിളിച്ച് സൗർ ഗുഹയിൽ നിന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഇസ്തിഗാസ തേടിയിട്ടുണ്ടോ? സഹായം തേടിയിട്ടുണ്ടോ? ഇല്ല. മറിച്ച് ആരെയായിരുന്നു പ്രാർത്ഥിച്ചത്? അതാണ് നമ്മുടെ ശ്രദ്ധ. അതോടൊപ്പം തന്നെ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉണ്ടായ ഏറ്റവും വലിയ പ്രയാസമായിരുന്നല്ലോ
ഉഹുദ് യുദ്ധത്തിൻ്റെ വേളയിലുണ്ടായിരുന്ന പ്രയാസം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുൻപല്ല് പോലും പൊട്ടി എന്ന് പോലും ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട അത്രയും പ്രയാസം അനുഭവിച്ച ആ ഘട്ടത്തിൽ അമ്മയുജീബുൽ മുൽത്തർ, ഒരു പ്രയാസം അനുഭവിക്കുന്നവൻ്റെ പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്നവൻ ആരാണ്? അല്ലാഹു അല്ലാതെ എന്ന ചോദ്യം പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പരിചയപ്പെടുത്തുന്നത് അത്തരം ഘട്ടങ്ങളിലാണ്. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചു വന്നത്, അള്ളാഹിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് എന്ത് കൽപ്പിച്ചാലും ഒരു അണവീണ അങ്ങോട്ടോ ഇങ്ങോട്ടോ ചലിക്കാതെയും ചിന്തിക്കാതെയും അത് ഏറ്റെടുക്കുന്നവരാണ് യഥാർത്ഥത്തിലുള്ള മുസ്ലിമീങ്ങളെന്ന് പറയുന്നത്. അതിനപ്പുറത്തേക്ക് സ്വന്തം ചിന്തകൾക്കും സ്വന്തം താല്പര്യങ്ങൾക്കും സ്വന്തം കുടുംബക്കാർക്കും വേണ്ടി കൽപ്പനകളെയും മാനിക്കാതെയുള്ള ജീവിതമല്ല ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കേണ്ടത്. ഇവിടെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ, അബൂലഹബിനെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും വേർതിരിക്കുന്ന ഒരു ചരിത്രം നമുക്ക് വായിക്കാം. അത് ഇപ്രകാരമാണ്. നമ്മളെല്ലാവരും ഒരുപാട് കേട്ട ചരിത്രമാണ്. ഇസ്രാ മിഅ്റാജ് യാത്ര കഴിഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്തെ മുശ്രിക്കുകളോട് അതിൻ്റെ യാത്രാ വിവരണത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു, അല്ലേ? ഒറ്റ രാത്രി കൊണ്ട് നമുക്കറിയാം മക്കയിൽ നിന്ന് ഫലസ്തീനിലുള്ള ബൈത്തുൽ മുഖദ്ദസിലേക്ക് 3000-ലധികം കിലോമീറ്ററുകളുള്ള ദിവസങ്ങളോളം ഈ വണ്ടിയിൽ യാത്ര ചെയ്തെത്താൻ പ്രാപ്തമായിട്ടുള്ള അത്രയും ദൂരത്ത് ഒരൊറ്റ രാത്രി കൊണ്ട് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി. അവിടെ ഇന്ന കാര്യങ്ങളൊക്കെ നടന്നു. അവിടുന്ന് ഒരൊറ്റ രാത്രി കൊണ്ട് തന്നെ തിരിച്ച് മക്കയിലേക്ക് എത്തുകയും ചെയ്തു. അതിൻ്റെ ഇടയിൽ ചില യാത്രാ സംഘങ്ങളൊക്കെ മരുഭൂമിയിൽ ഇന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഏകദേശം ഒരു ഇത്ര ദിവസമാകുമ്പോൾ മക്കയിലേക്ക് അവർ തിരിച്ചു വരും. അപ്പോൾ അവർ ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട് എന്ന് വിശ്വസിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ചില ഉദാഹരണങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അവിടെയാണ് നമ്മുടെ വിഷയം. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനോട് പ്രവാചകൻ ഇത് നേരിട്ട് പറഞ്ഞിട്ടില്ല. മറിച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പതിവ് പോലെ അങ്ങാടിയിലേക്ക് ഇറങ്ങിയപ്പോൾ അവിടെയുള്ള മക്കത്തെ മുശ്രിക്കുകൾ ഒരു പുതിയ വടി മുഹമ്മദിനെയും മുഹമ്മദിൻ്റെ അനുയായികളെയും അടിക്കാനുള്ള ഒരു പുതിയ വടി മുഹമ്മദ് തന്നെ കൊടുത്തു എന്ന ആക്രോശത്തോടുകൂടി അങ്ങേയറ്റം ദീനിനെ പുച്ഛിക്കുകയും പരിഹസിക്കുകയും ചെയ്യാനുള്ള പുതിയൊരു മാർഗം തേടി അവർക്കതൊരു വടിയായി കിട്ടിയപ്പോൾ അവരടിക്കാൻ തുടങ്ങി. ഒരുപാട് പരിഹസിച്ചു. അങ്ങനെ അതിനിടയിലാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവർക്കിടയിലേക്ക് വരുന്നത്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, എന്താണ് നിന്റെ സുഹൃത്ത് മുഹമ്മദ് പറയുന്നത്? ഒറ്റ രാത്രി കൊണ്ട് ഇന്നലെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയി തിരിച്ചു വന്നു എന്നാ പറയുന്നത്. എന്താലേ കളിയാക്കിയാ ചോദിക്കുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് നബി ഇത് നേരിട്ട് പറഞ്ഞിട്ടില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിച്ച ഒരേ ഒരു ചോദ്യം, അദ്ദേഹം എന്തിലാ പോയത്, എങ്ങനെയാ പോയത്, എപ്പോഴാ പോയത്, എപ്പോഴാ വന്നത്? ഒന്നുമില്ല. അള്ളാഹിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞിട്ടുണ്ടോ? മുഹമ്മദ് നബി അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അതേന്ന് മുശ്രിക്കുകൾ മറുപടി പറഞ്ഞപ്പോൾ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആമൻതു ബിഹി വസദ്ദഖ്തു ബിഹി. അങ്ങനെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഞാനത് വിശ്വസിച്ചിരിക്കുന്നു, ഞാനത് സത്യപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെയാണ് അബൂബക്കറിൻ്റെ കൂടെ അസ്സിദ്ദീഖ്, സത്യപ്പെടുത്തിയവൻ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷണമായി ചേർക്കുന്നത്. സഹോദരങ്ങളെ, അവിടെ നമുക്കുള്ള പാഠം എന്താ? ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹിൻ്റെ റസൂൽ എന്തു പറഞ്ഞാലും ഞാനത് വിശ്വസിക്കും എന്ന ഒരു ദൃഢനിശ്ചയമായിരിക്കണം നമ്മുടെയൊക്കെ മനസ്സിലേക്ക് വരേണ്ടത്. അപ്പോൾ സ്വാഭാവികമായും ആരാധനയുമായി ബന്ധപ്പെട്ട വിഷയമാണല്ലോ തൗഹീദ്, ഷിർക്ക് എന്നൊക്കെ പറയുന്നത്. നമ്മൾ ചെറുപ്പം മുതലേ കേൾക്കാറുള്ള രണ്ട് വാക്കുകൾ, അല്ലെ രണ്ട് പ്രയോഗങ്ങളാണല്ലോ തൗഹീദ്, ഷിർക്ക് എന്നുള്ളത്. എന്താണ് യഥാർത്ഥത്തിൽ തൗഹീദ്? വിശുദ്ധ ഖുർആനിൻ്റെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്തിൻ്റെയും 4 ഇമാമുമാരുടെയും വളരെ കൃത്യമായ വീക്ഷണപ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരേ ഒരു നിർവചനം തൗഹീദുല്ലാഹി ബിൽ ഇബാദ, അഥവാ അള്ളാഹുവിനെ ഏകനാക്കുക, അല്ലെങ്കിൽ ഇഫ്രാദുല്ലാഹി ബിൽ ഇബാദ. ഫർദ് എന്ന് പറഞ്ഞാൽ ഒറ്റക്ക് എന്നാണ്. വഹദ യുവഹിദു എന്ന് പറഞ്ഞാൽ തനിച്ചാക്കുക, ഒറ്റക്കാക്കുക എന്നുള്ളതാണ്. ബിൽ ഇബാദ, ആരാധനാ കാര്യങ്ങൾ കൊണ്ട് അള്ളാഹുവിനെ ഏകനാക്കുക എന്നുള്ളതാണല്ലോ തൗഹീദ് എന്ന് പറഞ്ഞാൽ. വിശുദ്ധ ഖുർആന്റെ ഏത് ആയത്തെടുത്തു നോക്കിയാലും ഈ വിഷയമാണ് തൗഹീദുമായി ബന്ധപ്പെട്ട് പഠിപ്പിക്കുന്നത്. ഇതിന് ഘടകവിരുദ്ധമായതാണല്ലോ ഷിർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അള്ളാഹനെ മാത്രം ആരാധിക്കുക എന്നുള്ളത് തൗഹീദ്, അള്ളാഹുവിൽ വേറൊരാളെ പങ്കു ചേർക്കുക എന്നുള്ളത്, ആരാധനയിൽ പങ്കു ചേർക്കുന്നത് ഷിർക്ക്. ഓക്കെ, അങ്ങനെയാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക എന്താണ് തൗഹീദ് എന്നുള്ളത് മനസ്സിലാക്കി. നമ്മൾ പലപ്പോഴും കെലിമത്തു തൗഹീദ് അഥവാ തൗഹീദിൻ്റെ വാക്യമായി നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു വാക്യമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹുമില്ല എന്ന് നമ്മളൊക്കെയും പ്രഖ്യാപിക്കാറുള്ള കാര്യമാണ്.
ദിനേന ഒരുപാട് വേളകളിൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് നമ്മൾ ഉച്ചരിക്കാറുണ്ട്, വിശ്വസിക്കാറുണ്ട്, ജീവിതത്തിൽ പകർത്തി മുന്നേറാറുണ്ട്. എന്നാൽ എന്താണ് ലാ ഇലാഹ ഇല്ലയുടെ അർത്ഥം? ഒരു അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ, അത് നമുക്ക് അർത്ഥം അറിയാം. സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു എത്ര പരിശുദ്ധനാണ്. അപ്പം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? നമുക്കറിയാം ലാ ഇലാഹ ഇല്ലല്ലക്ക് 2 അർത്ഥമാണുള്ളത്. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നറിയില്ല, ശ്രദ്ധിക്കണേ. ലാ ഇലാഹ ഇല്ലല്ലക്ക് 2 ഭാഗങ്ങളാണുള്ളത്. ഒന്നാമത്തത് ലാ ഇലാഹ, ഒരു ഇലാഹുമില്ല, അവിടെ നിഷേധിച്ചു. രണ്ടാമത്തെ ഒരു ഭാഗം ഇസ്ബാത്താണ്, ഉറപ്പിച്ചു. ഇല്ലല്ലാ, അള്ളാഹു അല്ലാതെ. അപ്പോൾ അള്ളാഹു അല്ലാതെ ഒരു ഇലാഹുമില്ല എന്നാണ് ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ അർത്ഥം. ഇനി ഇലാഹ് എന്നതിൻ്റെ അർത്ഥം എന്താണ്? അവിടെയാണ് ലോകത്ത് ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഏതെല്ലാം മുസ്ലിം വിഭാഗങ്ങളുണ്ടോ അവർക്കൊക്കെയും പിഴവ് വന്നതും ശരി വന്നതും ആ ഇലാഹ് എന്ന പദത്തിന് അർത്ഥം വെക്കുമ്പോഴാണ്. ഓക്കെ, 5 തരത്തിലാണ് പൊതുവെ മുസ്ലിം സമൂഹത്തിൻ്റെ ഇടയിൽ ഇലാഹി എന്ന പദത്തിന് അർത്ഥമായി പറയാറുള്ളത്. ഒന്ന് നമുക്കറിയാം, ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്, ആരാധനക്കർഹൻ അല്ലാഹു മാത്രമാണ്. പരിശുദ്ധ ഖുർആനിൻ്റെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ സലഫു സ്വാലിഹീങ്ങളായിട്ടുള്ള മഹത്തുക്കൾ നമുക്ക് മുമ്പേ ഈ സ്വർഗത്തിലേക്ക് പോയിട്ടുള്ള ആ സ്വർഗാവകാശികളായ സലഫു സ്വാലിഹീങ്ങൾ പഠിപ്പിച്ചു തന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ വിശ്വാസപ്രകാരം തൗഹീദിൻ്റെ നിർവചനമായ ലാ ഇലാഹ ഇല്ലല്ലയുടെ ഇലാഹി എന്നതിൻ്റെ അർത്ഥം ആരാധനക്കർഹൻ എന്നുള്ളതാണ്. അപ്പോൾ ആരാധനക്കർഹൻ അല്ലാഹ് മാത്രമാണ്. ആ ഒരു നിർവചനം വെച്ച് നോക്കുമ്പോൾ അബൂലഹബ് എന്ന് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് പറയേണ്ട ഒരു ദൗർഭാഗ്യത നമുക്കില്ല. ആ ഒരു നിർഭാഗ്യത നമുക്കില്ല. അബൂജഹൽ എന്ന് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് നമ്മൾ പറയേണ്ടതില്ല. എന്നാൽ രണ്ടാമതായ ഒരു അർത്ഥം കൂടി നമ്മുടെ മുസ്ലിം സമൂഹത്തിൻ്റെ ഇടയിൽ 85% വരുന്ന ഇന്നത്തെ മുസ്ലിം സമൂഹത്തിൻ്റെ ഇടയിൽ വ്യാപിച്ചിരിക്കുന്ന ഒരർത്ഥം ലാ ഖാലിഖ ഇല്ലല്ലാഹ്. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ അർത്ഥം? അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. എന്നാൽ അശ്അരിയാക്കൾ പറഞ്ഞു ലാ ഖാലിഖ ഇല്ലല്ലാഹ്. എന്താ ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ അർത്ഥം? സൃഷ്ടാവ് അല്ലാഹു മാത്രമേയുള്ളൂ എന്ന്. അവിടെ സഹോദരങ്ങളെ, ഈ നിർവചന പ്രകാരം ജീവിക്കുന്ന ഇന്ന് പോലും, ഇന്ന് സുബഹി നിസ്കരിക്കുമ്പോൾ പോലും ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ അർത്ഥം ലാ ഖാലിഖ ഇല്ലല്ലാഹ് അനുസരിച്ച് ഇന്ന് സുബഹി നിസ്കരിച്ച ആളുകളുണ്ട്. ഇതിൽ ഇന്ന് രാവിലത്തെ അദ്കാർ സ്വബാഹിൽ ചൊല്ലുമ്പോൾ ആ ഒരു വിശ്വാസപ്രകാരം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയ ആളുകളുണ്ട് ഇതിൽ. അവിടെ എന്താണ് പ്രശ്നം? ഖാലിഖ്, സൃഷ്ടാവ് അല്ലാഹ് മാത്രമേ ഉള്ളൂ. ആർക്ക് അതിൽ അഭിപ്രായ വ്യത്യാസമുള്ളത്? ആർക്കാണ് അതിൽ അഭിപ്രായ വ്യത്യാസമുള്ളത്? ഇന്നേ വരെ ലോകത്ത് മുസ്ലിമായി നല്ല ഋജു മനസ്സോടുകൂടി ചിന്തിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യൻ അല്ലാഹു അല്ലാതെ മറ്റൊരു ഖാലിഖുണ്ട്, സൃഷ്ടാവുണ്ട് എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ? നമുക്ക് ആർക്കെങ്കിലും അങ്ങനൊരു വിശ്വാസമുണ്ടോ? ഇല്ല, അല്ലാഹ് മാത്രമേ ഉള്ളൂ. എന്തിനേറെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഓതി കേൾപ്പിക്കുന്ന ആയത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് മനസ്സിലാക്കണം. സൂറത്തുൽ ലുഖ്മാനിലെ 25-ാമത്തെ ആയത്ത്. എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, നിങ്ങൾ എന്ത് കേട്ടാലും വിഴുങ്ങുന്ന മുതലയുടെ സ്വഭാവത്തിലേക്ക് മാറരുത്. അതിനപ്പുറത്ത് ഇവിടെ കൃത്യമായി ഓരോ ആയത്ത് ഉദ്ധരിക്കുമ്പോഴും ഇൻഷാ അല്ലാഹ് അതിൻ്റെ റെഫറൻസ് പറയും. ഏത് സൂറത്തിലാ, എത്രാമത്തെ ആയത്തിലാ. ഹദീസുകൾ പറയുമ്പോൾ ഇമാം മുസ്ലിം റഹിമഹുല്ല എവിടെ ഉദ്ധരിച്ചു, ആരാണ് ആ ഹദീസ് റിപ്പോർട്ട് ചെയ്തത്, ഇൻഷാ അല്ലാഹ് കഴിവിൻ്റെ പരമാവധി ഈ ഉള്ളവൻ അത് അവതരിപ്പിക്കും. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരേ ഒരു കാര്യം, നിങ്ങളത് നോട്ട് ചെയ്യണം. ഇപ്പോൾ സൂറത്തുൽ ലുഖ്മാനിലെ 25-ാമത്തെ ആയത്തെന്നാണല്ലോ പറഞ്ഞത്. നിങ്ങൾ വീട്ടിൽ പോകണം. നിങ്ങൾക്ക് കഴിയുന്ന ഏത് മലയാളത്തിലോ അറബിയിലോ ഇംഗ്ലീഷിലോ ഉള്ള തഫ്സീറുകൾ ഉണ്ടാവുമല്ലോ, അത് ഇന്ന വിഭാഗത്തിൻ്റേത് എന്നല്ല, ഏത് വിഭാഗത്തിൻ്റെയും വായിക്കാം. സൂറത്തുൽ ലുഖ്മാനിലെ 25-ാമത്തെ ആയത്ത് നമ്മളൊന്ന് വീട്ടിൽ പോയിട്ടൊന്ന് പരിശോധിച്ച് നോക്കണം. പ്രിയപ്പെട്ടവരോടൊരു ഉപദേശം എന്നുള്ള നിലക്കല്ല, ഒരു സ്നേഹത്തോടു കൂടിയുള്ളൊരു കാര്യമായിട്ട് പറയാണ്, ഒരു വസിയത്തായിട്ട് പറയാം. ഓക്കെ, അപ്പോൾ എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ? വല ഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർള്. പ്രവാചകരെ, അങ്ങ് അവരോട് ചോദിച്ചാൽ, എവരോട് ആരോടാ പ്രവാചകനോട് ചോദിക്കാൻ ആവശ്യപ്പെടുന്നത്? ഐ അഹ്ലൽ മുശ്രിക്കീൻ, അഹ്ല മക്ക, മക്കയിൽ ജീവിച്ചിരിപ്പുണ്ടായിരുന്ന മുശ്രിക്കുകളോട് പ്രവാചകരെ അങ്ങ് ചോദിക്കുകയാണ് എങ്കിൽ. വളരെ കൃത്യമായി തഫ്സീറുകളിലുണ്ട്. തഫ്സീറുൽ ജലാലൈൻ വായിച്ചു നോക്കൂ, തഫ്സീർ റാസി പരിശോധിച്ച് നോക്കൂ, ഇബ്നു കസീർ എടുത്തു നോക്കൂ, തൊബരി എടുത്തു നോക്കൂ, ദാറുഖുത്നി, ഏതെങ്കിലും തഫ്സീറുകൾ നിങ്ങൾ എടുത്തു നോക്കൂ. വളരെ കൃത്യമായി ഖുർത്തുബിയിലൊക്കെ അത് വളരെ കൃത്യമായി പറയുന്നുണ്ട്. അപ്പം എൻ്റെ സംസാരം നിങ്ങൾ പറയൂ, വല ഇൻ സഅൽതഹും, പ്രവാചകരെ അങ്ങ് അവരോട് ചോദിച്ചാൽ എന്താണ് ചോദിക്കേണ്ടത്? മൻ ഖലഖസ് സമാവാതി,
ആകാശങ്ങളെ സൃഷ്ടിച്ചവൻ ആരാണ്, വൽ അർള ഭൂമിയെ സൃഷ്ടിച്ചവൻ ആരാണ് എന്നവരോട് ചോദിച്ചാൽ ലയഖൂലുന്നല്ലാഹ്, അവർ മറുപടി പറയും അല്ലാഹുവാണ് എന്ന്. മക്കത്തെ മുശ്രിക്കുകളുടെ മറുപടി അള്ളാഹ് പരിചയപ്പെടുത്താം. അതിനപ്പുറത്തേക്ക് വേറൊരാളെ അഭിപ്രായം നമുക്ക് ആവശ്യമില്ലല്ലോ. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ, അള്ളാഹിൻ്റെ കലാമായ ഖുർആനിൽ നമുക്ക് പരിചയപ്പെടുത്താണ്. അവരുടെ മറുപടി അള്ളാഹുവാണ് ഖാലിഖ്, സൃഷ്ടാവ് എന്ന്. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ നേരത്തെ അശ്അരികൾ പറഞ്ഞ ആ ലാ ഇലാഹ ഇല്ലല്ലയുടെ അർത്ഥം ലാ ഖാലിഖ ഇല്ലല്ലാ അനുസരിച്ച് ഒരാൾ ജീവിച്ചാൽ അയാൾ കൃത്യമായി തൗഹീദ് അനുസരിച്ച ആളാണോ? അല്ല. എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും? അബൂജഹലിന് എന്തായിരുന്നു പ്രശ്നം? അബൂലഹബിന് എന്തായിരുന്നു പ്രശ്നം? എന്തേ അബൂബക്കർ സിദ്ദീഖ് എന്ന് കേൾക്കുമ്പോൾ, ഉമർ ബിൻ ഖത്താബ് എന്ന് കേൾക്കുമ്പോൾ, ഉസ്മാൻ ബിൻ അഫ്ഫാൻ എന്ന് കേൾക്കുമ്പോൾ, അലി ബിൻ അബി താലിബ് എന്ന് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് പറയാത്ത ഒരു മുസ്ലിം ഉണ്ടാവില്ലല്ലോ. അതേ മുസ്ലിമീങ്ങളായ നമ്മൾ തന്നെ എന്തുകൊണ്ട് അബൂജഹൽ എന്ന് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നില്ല? എന്തുകൊണ്ട് അബൂലഹബിൻ്റെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നില്ല? ഉത്ബയുടെയും ഷൈബയുടെയും വലീദിൻ്റെയും പേര് കേൾക്കുമ്പോൾ എന്തുകൊണ്ട് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നില്ല? മനുഷ്യ മനസ്സിനോട് ചിന്തിക്കാൻ ആവശ്യപ്പെടുകയാണ്. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, നിങ്ങൾ ഖുർആനെ കുറിച്ച് ഉറ്റാലോചിക്കുന്നില്ലേ, ചിന്തിക്കുന്നില്ലേ? അഫലാ തഅഖിലൂൻ, നിങ്ങൾ ചിന്തിച്ചു മനസ്സിലാക്കുന്നില്ലേ എന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നില്ലേ? ഒന്ന് ചിന്തിച്ചു നോക്ക്. ഖുർആൻ എന്താ നമ്മളോട് പറയുന്നത്? വളരെ കൃത്യമാണ്. അവിടെ ലാ ഖാലിഖ ഇല്ലല്ലാ എന്നാണ് ആരുടെ വിശ്വാസം? ഈ പറഞ്ഞ അബൂജഹലിൻ്റെയും അബൂലഹബിൻ്റെയും ഉത്ബയുടെയും ഷൈബയുടെയും. അപ്പോൾ ഓരുടെ വിശ്വാസപ്രകാരം ഇന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുന്ന ആൾക്കാരൊക്കെ ആരാ? ശിർക്ക് ചെയ്ത ആളുകളാണ്. ഇത് ഞാൻ പറയുന്നതല്ല. എന്നോട് നിങ്ങൾക്ക് വെറുപ്പുണ്ടാകാം, ഒരു പ്രശ്നവുമില്ല, ഞാൻ ഒരു മനുഷ്യൻ മാത്രം. എന്നാൽ തെറ്റുപറ്റാത്ത വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ ഉദ്ധരിച്ച് നിങ്ങളോട് പറയുമ്പോൾ സഹോദരിമാരെ, ആ ആയത്തുകൾക്ക് നിങ്ങളൊരു പ്രാമുഖ്യം കൽപ്പിക്കണം. ആ ആയത്ത് സത്യമാണ്. ഒരൊറ്റ വ്യർത്ഥമായ അർത്ഥമില്ലാത്ത ഒരു ഹർഫ് പോലും, ഒരക്ഷരം പോലും ഇല്ലാത്ത ഖുർആൻ നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളൊന്ന് പഠിക്കുക ആ വിഷയം. അപ്പോൾ ലാ ഖാലിഖ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഒരു സൃഷ്ടാവില്ല എന്ന് ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്താ സുഖം? ഖാലിഖ് അല്ലേ ഉള്ളൂ. അപ്പോൾ പ്രാർത്ഥന സിഎമ്മിനോട് പ്രാർത്ഥിച്ചാലും പ്രശ്നമൊന്നുമില്ല. ബദരീങ്ങളെ കാക്കണേ എന്ന് പ്രാർത്ഥിച്ചാലും പ്രശ്നമൊന്നുമില്ല. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥത്തിന് കോട്ടം തട്ടുന്നില്ലല്ലോ, ശിർക്ക് വരുന്നില്ലല്ലോ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. മുമ്പത്തെ തങ്ങളെ കാക്കണേ, ബീവിയെ രക്ഷിക്കണേ, എനിക്ക് മക്കളെ തരണേ എന്ന് ഔലിയാക്കളാണ് എന്ന് നമ്മൾ ധരിക്കുന്ന ആളുകളോട് വിളിച്ചു പ്രാർത്ഥിച്ചാലും ഇസ്തിഗാസ നടത്തിയാലും ശിർക്ക് വരുന്നില്ല. എന്താ പ്രശ്നം? ലാ ഖാലിഖ ഇല്ലല്ലാഹ്, സൃഷ്ടാവ് അല്ലാഹ് മാത്രമേ ഉള്ളൂ. പ്രാർത്ഥനയോ അതാർക്കും ആകാം. സുജൂദ് ഇബാദത്താണല്ലോ. അപ്പോൾ ഈ ഒരു താരീഫ് വെച്ച്, നിർവചനം വെച്ച് ഒരാൾക്ക് ഖബറിൻ്റെ മുമ്പിൽ പോയി ഖബറിലുള്ള ആ ഒരു വസ്തുവിനോട് ജീവനുള്ളോ ജീവനില്ലാത്ത ആരോ ആയിക്കോട്ടെ അയാളുടെ മുമ്പിൽ പോയി സുജൂദ് ചെയ്താൽ ശിർക്ക് ചെയ്തു എന്ന് പറയാൻ പറ്റൂല. അപ്പോൾ അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അബൂജഹലും അബൂലഹബും ഒക്കെ ദുഷ്ടന്മാർ. അതേ പണി ചെയ്ത, അതിനേക്കാളും ശിർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ നാട്ടിലെ കുറേ മനുഷ്യന്മാർ ഓല് ഭയങ്കര സംഭവങ്ങളും. അങ്ങനെ ഉണ്ടാവില്ലല്ലോ. ഒന്ന് ചിന്തിച്ച് മനസ്സിലാക്കി. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, ഖുർആൻ്റെ ആയത്തിനെ നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കുന്നില്ലേ? വീണ്ടും ഒരു ചോദ്യം അവിടെ ആവർത്തിക്കപ്പെടുക. മൂന്നാമത്തെ ഒരു അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത് ലാ ഖാദിറ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഖാദിറായി മറ്റാരുമില്ല. ആർക്കാണ് അഭിപ്രായ വ്യത്യാസമുള്ളത്? ആർക്കാണ് അഭിപ്രായ വ്യത്യാസമുള്ളത്? അൽ ഖാദിറു ബിൽ ഇഖ്തിറാ, അഥവാ സ്വാതന്ത്ര്യം. അള്ളാഹു നമ്മൾ മരിക്കുന്നത് വരെ ചെറിയ ഒരു മേൽപ്പൊടിയായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്ക് നൽകിയിട്ടുണ്ട്. അതൊഴികെ ആ താരീഫിനോട് നമുക്ക് ഒരു അഭിപ്രായ വ്യത്യാസമില്ല. എന്നാൽ ഇവിടെ എന്താ വിഷയം? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇബാദത്തുമായി ബന്ധപ്പെട്ട ഒരു സംഗതികളും ജഹ്മു ബിൻ സഫ്വാന്റെ നേതൃത്വത്തിൽ വന്ന ജഹ്മിയാക്കൾ എന്ന പിഴച്ച കക്ഷികളുടെ അഭിപ്രായ പ്രകാരം ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥം എന്താ? ലാ ഖാദിറ ഇല്ലല്ലാഹ്. അത് ശരിയായിരിക്കുമല്ലോ എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. ഇബാദത്ത് അവിടെ വരുന്നേ ഇല്ല. നാലാമതൊരു അഭിപ്രായമാണ് ലാ ഹുക്കുമ ഇല്ലല്ലാഹ്, അല്ലെങ്കിൽ ലാ ഹാക്കിമ ഇല്ലല്ലാഹ്. അള്ളാഹു അല്ലാതെ ഹാക്കിമായി മറ്റാരുമില്ല, വിധികർത്താവ് അള്ളാഹു മാത്രം. സഹോദരിമാരെ, ഇവിടെ എവിടെയാണ് ഇബാദത്തുമായി ബന്ധപ്പെട്ട വിഷയം വരുന്നത്? ഖവാരിജുകൾ വെച്ച ഈ ഒരു താരീഫിനോട് ഒരു മുസ്ലിമിന് എങ്ങനെയാണ് രഞ്ജിപ്പ് പുലർത്താൻ സാധിക്കുക? അതുകൊണ്ട് ആ വിഷയം നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുക. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബഹ്റൈനിൽ നിന്ന് വന്ന ഒരു കച്ചവട സംഘം, അവർ കൊണ്ടുവന്ന കുറച്ച് സമ്പത്തുണ്ട്. ആ സമ്പത്ത് പാവപ്പെട്ട മനുഷ്യർക്ക് വിതരണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അക്വ എന്ന് പറഞ്ഞൊരു മനുഷ്യൻ അള്ളാഹിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, ഇത്തഖില്ലാഹ യാ മുഹമ്മദ്, മുഹമ്മദേ നീ പടച്ചോനെ സൂക്ഷിക്കണം. ആരോടാ പറയുന്നത്? അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. ആ ഒരു അക്വയിൻ്റെ നേതൃത്വത്തിൽ അവരുടെ പിൻഗാമികളായി വന്നിട്ടുള്ള ആളുകളാണ് ഖവാരിജുകൾ.
ആ ഖവാരിജുകളെ കുറിച്ച് അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഖവാരിജു കിലാബു അഹ്ലിന്നാർ, നരകക്കാരുടെ പട്ടികളാണ് ഖവാരിജുകൾ. ഓലെന്തായാലും നരകത്തിലാണുള്ള അഭിപ്രായ വ്യത്യാസമില്ല. അതുകൊണ്ട് തന്നെ സഹോദരിമാരെ, ആ ഒരു അഭിപ്രായവും ഇലാഹി എന്നതിന് ഹാക്കിം എന്നർത്ഥം വെക്കാനേ പറ്റുകയില്ല. അഞ്ചാമത്തെ ഒരു അർത്ഥമാണ് ലാ മൗജൂദ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഒന്നുമില്ല. അല്ലാഹു അല്ലാതെ ഒന്നുമില്ല. ഈ ലോകത്തുള്ള സർവ്വതും പടച്ചോനാണ് എന്ന് പ്രതിപാദിക്കുന്ന സൂഫിയാക്കളുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മൾക്ക് ആരെങ്കിലും അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണോ? അത് തെറ്റാണെന്നുള്ളതിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. സൂഫിയാക്കൾ തന്നെ അവരുടെ കിതാബുകളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥമായി അവർ പറയുന്ന ലാ മൗജൂദ ഇല്ലല്ലക്ക് അവർ നൽകുന്ന ഒരു വിശദീകരണമുണ്ട്. അതിപ്രകാരമാണ്, നിങ്ങൾക്ക് വായിക്കാൻ കിട്ടും മലയാളത്തിൽ തന്നെ. ഒരാൾ ബ്രെഡ് തിന്നാണ്, ആ തിന്നുന്ന ബ്രെഡ് അല്ലാഹ്, ആ തിന്നുന്ന ആളാരാ? നമ്മളാണ്, അതും അല്ലാഹ്. നമ്മുടെ വയറ്റിലേക്ക് പോകുമ്പോൾ പാൻക്രിയാസും കുടലും വൻകുടലും അതേപോലെ തന്നെ സിരയും എല്ലാം കടന്നു പോകുമ്പോൾ അതൊക്കെ അല്ലാഹ്. ഇനി ഇത് തിന്നുന്നതിനിടയിൽ അതൊരു പുഴുവിനെ കണ്ടു, അത് നമ്മൾ വലിച്ചെറിയും, ആ വലിച്ചെറിയപ്പെടുന്നതും അല്ലാഹ്. അതൊരു കാക്കയോ പൂച്ചയോ വന്ന് തിന്നാൽ അതും അല്ലാഹ് എന്ന് കൽപ്പിക്കുന്ന ഇവരുടെ ആദർശം എങ്ങോട്ടാണ് എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ഒരു മുസ്ലിമിന് അഭിപ്രായ വ്യത്യാസമില്ല, അത് തെറ്റാണെന്നുള്ളത്. പക്ഷേ ഇതിലൊക്കെയും ഏറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വേറൊന്നിനും ഞാൻ പെർസെൻറ്റേജ് പറഞ്ഞില്ല, 85% വരുന്ന മുസ്ലിം സമുദായത്തിൻ്റെ ഇടയിൽ അവരർത്ഥം വെക്കുന്നത് ലാ ഖാലിഖ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ സൃഷ്ടാവില്ല. അപ്പോൾ അതോടുകൂടി അള്ളാഹനെ സൃഷ്ടാവാക്കി ഒതുക്കി ഇബാദത്തുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണവും അശ്അരിയാക്കൾ നൽകുന്നുമില്ല. നാലാലൊരു മദ്ഹബിൽ കർമ്മശാസ്ത്രത്തിൽ ഒന്നുകിൽ ഹനഫി അല്ലെങ്കിൽ ഷാഫി അല്ലെങ്കിൽ മാലിക്കി അല്ലെങ്കിൽ ഹംബലി, അല്ലെങ്കിൽ അഖീദാപരമായി രണ്ടാലൊരു മദ്ഹബ്, ഒന്നുകിൽ അശ്അരി അല്ലെങ്കിൽ മാതുരീദി എന്ന് പറയുന്ന ആളുകൾ. എന്താണ് ഈ അശ്അരിയാക്കളുടെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം എന്ന് സഹോദരിമാരെ നിങ്ങളൊന്ന് പഠിക്കണം. അതുകൊണ്ട് പറയാനുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, സഹോദരിമാരെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഏത് ഘട്ടത്തിലും പ്രാർത്ഥനയാണെങ്കിൽ, അത് ആരാധനയാണ് എങ്കിൽ അത് അള്ളാഹിനോട് മാത്രമാണ് നമ്മൾ പ്രാർത്ഥിക്കുക. അതാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു തന്ന മാതൃക നമുക്ക് കാണിച്ചു തന്നു. ഞാൻ നേരത്തെ ഉദാഹരണം പറഞ്ഞ വെറുതെ അല്ല. 2 പുസ്തകം നമുക്ക് തന്നിട്ട് നമുക്ക് തോന്നുന്ന എന്താണോ അത് നമ്മൾ എടുക്കുക, അല്ലാത്തൊക്കെ നമ്മൾ ഒഴിവാക്കുക. ഇത് ബുദ്ധിക്ക് യോജിക്കും, ഇത് തരക്കേടില്ല, അത് എടുക്കുക. ബുദ്ധിക്ക് യോജിക്കുന്നില്ല, അത് സ്വഹീൽ ബുഖാരിയാണ്, എന്നാലും ചാടിക്കളയുക. അങ്ങനെ ഒരു പരിപാടി മുസ്ലിമിന് ഇല്ലല്ലോ. എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി ഉസ്വത്തുൻ ഹസന എന്ന് അള്ളാഹ് പരിചയപ്പെടുത്തിയ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ജീവിച്ച് കാണിച്ചു തന്നു. എങ്കിൽ ചില ആളുകളൊക്കെ അള്ളാഹുവിൻ്റെ ഔലിയാക്കളാണ് എന്ന് നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന അവസ്ഥയിലേക്ക് അവരെത്തിയ ഒരു സന്ദർഭം കൂടി നമ്മൾ മനസ്സിലാക്കണം. എന്താണ് ജാറത്തിനെ കുറിച്ചുള്ള ഇസ്ലാമികമായ മാനം? നമുക്ക് തിന്നുമ്പോഴും കുടിക്കുമ്പോഴും ഏത് കൈ കൊണ്ട് കുടിക്കണം, ഏത് കൈ കൊണ്ട് കുടിക്കാൻ പാടില്ല, കുടിക്കുന്ന സമയത്തോ തിന്നുന്ന സമയത്തോ എന്താണ് ചൊല്ലേണ്ടത്, ബിസ്മില്ലാ എന്ന് ചൊല്ലണം. അതേപോലെ തന്നെ അത് ചൊല്ലാൻ മറന്നാൽ ബിസ്മില്ലാഹി ഫി അവ്വലിഹി വ ആഖിരിഹി എന്ന് ചൊല്ലണം. അതേപോലെ തന്നെ ആ ഭക്ഷണം തിന്നു കഴിഞ്ഞാലോ കുടിച്ചു കഴിഞ്ഞാലോ അൽഹംദുലില്ലാ എന്ന് പറയണം എന്ന് മൈന്യൂട്ടായ വിഷയങ്ങൾ വരെ പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിൻ്റെ വിഷയത്തിൽ, ജാറത്തിൻ്റെ വിഷയത്തിൽ, മഖബറയുടെ വിഷയത്തിൽ, നാട്ടി നിർത്തപ്പെടുന്ന ഖബറിൻ്റെ വിഷയത്തിൽ 1400 കൊല്ലം മുമ്പേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി നമുക്ക് മുന്നറിയിപ്പ് നൽകി. മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന കൽപ്പനയാണ്, യാ അലി, നീ പോവുക, മഖബറകളിലേക്ക് നീ പോവുക, ഖബർസ്ഥാനുകളിലേക്ക് നീ പോവുക. ഒരു ചാണിന് മുകളിലേക്ക് നാട്ടി ഉയർത്തപ്പെട്ട ഒരു ഖബറും നീ തട്ടി നിരപ്പാക്കാതെ വിട്ടേക്കരുത് എന്ന് അലി റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുന്ന കൽപ്പനയാണ്. ഖബറിന്മേൽ കുമ്മായം പൂശരുത്, ഖബറിന്മേൽ ഇരിക്കരുത്, അവിടെ എടുപ്പുണ്ടാക്കരുത് എന്നെല്ലാം വളരെ കൃത്യമായി സ്വഹീഹായ ഹദീസിൽ തന്നെ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്കും നിങ്ങൾക്കും പഠിപ്പിച്ചു തരുമ്പോൾ എന്തേ സ്വലാത്തെല്ലാം മറന്നുയോ? ഒച്ച ചൊല്ലണ്ട, ചൊല്ലണം. ചൊല്ലിക്കില്ല എന്താ പ്രശ്നം? അള്ളാഹിൻ്റെ റസൂൽ പറയാം, പിശുക്കത്തികളാണ് നിങ്ങൾ എന്ന്. പിശുക്കുണ്ടായിരുന്നേ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായിട്ട് പഠിപ്പിച്ചു തരാണ്. എന്ത്? ഖബറിനെ ആരാധിക്കുന്ന ഒരു വേളയാക്കരുത്. നീ നഹൈതുക്കും അൻ സിയാറത്തിൽ ഖുബൂർ, ഞാൻ നിങ്ങളോട് ഖബർ സിയാറത്ത് ചെയ്യരുത് എന്ന് വിലക്കിയിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എന്നാൽ അലാ ഫസൂറുഹ, ഇനി നിങ്ങൾ സിയാറത്ത് ചെയ്തു കൊള്ളുക. ഫഇന്നഹാ തുദക്കിറുകുമുൽ ആഖിറ,
ആഖിറത്തിനെ ഓർമ്മിപ്പിക്കും നിങ്ങൾക്ക് ഖബർ സന്ദർശനം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ സന്ദർശനം സിയാറത്ത് അനുവദിച്ച ഘട്ടത്തിൽ പറയുക. എന്തിനാ നമ്മൾ ഖബർ സിയാറത്ത് ചെയ്യുന്നത്? ഉപ്പയുടെ ഖബർ സിയാറത്ത് ചെയ്യുന്നത് എന്തിനാ? ഉമ്മാമയുടെ ഖബർ സിയാറത്ത് ചെയ്യുന്നത് എന്തിനാ? മഹത്തുക്കളാണ് എന്ന് നമ്മൾ വിചാരിക്കുന്ന ആളുകളുടെ ഖബർ എന്തിനാണ് നമ്മൾ സിയാറത്ത് ചെയ്യുന്നത്? ഫഇന്നഹാ തുദക്കിറകുമുൽ ആഖിറ. നമുക്ക് ആഖിറം ഓർമ്മ വരണം, ആഖിറം ഓർമ്മ വരണം. എന്തിന്? ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ വൽ ആഖിറതു ഖൈറും വഅബ്ക. എൻ്റെയും നിങ്ങളുടെയും പ്രാമുഖ്യം എന്തിനാ, പ്രാധാന്യം എന്തിനാ? ദുനിയാവിലെ ജീവിതത്തിനാ. ദുനിയാവിൻ്റെ പിന്നാലെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദുനിയ ഫാൻ, അദ്ദുനിയ ഫാൻ, ദുനിയാവ് നശിക്കുന്നതാണ്. വൽ ആഖിറതു ഖൈറുൻ വഅബ്ക. നമുക്കൊരു ലോകം വരാനുണ്ട്, നമ്മുടെ മരണത്തിന് ശേഷമുള്ള യഥാർത്ഥ ജീവിതം. മറ്റൊരു ടോപ്പിക് അതായത് അതിലേക്ക് ഞാൻ പോകുന്നില്ല. സഹോദരിമാരെ, അവിടെ മനസ്സിലാക്കേണ്ടത് ആ ആഖിറത്തിലേക്ക് നമ്മൾ എത്തണം. അതിന് ഈ ജീവിതത്തിലേ നമുക്ക് പണിയെടുക്കാൻ കഴിയൂ. ഇപ്പം നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരമാണ് ഖബറിൽ നമുക്ക് രക്ഷയോ ശിക്ഷയോ അനുഭവിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പം നമ്മൾ നടത്തുന്ന സ്വലാത്തോ നമ്മൾ നടത്തുന്ന ദിക്റോ ദുആയോ ആണ്, ഖുർആൻ പാരായണവുമാണ് നമുക്ക് നമ്മുടെ ഖബറിൽ വെളിച്ചവും ഇരുട്ടുമായി എത്തുന്നത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ, ഖബറിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ നമ്മൾ എന്തിനു പോകണം? ആഖിറത്തിനെ ഓർമ്മിപ്പിക്കാൻ. അല്ലാതെ അവിടെ പോയി അവരോട് സങ്കടം പറയുന്നൊരവസ്ഥയിലേക്ക് എത്തിയാലോ ശിർക്കായി. എന്തുകൊണ്ട്? പ്രാർത്ഥനയും ആവലാതി പറച്ചിലും സങ്കടം പറച്ചിലും അള്ളാഹുവിനോട് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ചോദിക്കും, മനുഷ്യന്മാരോട് അങ്ങോട്ടും ഇങ്ങോട്ടും സങ്കടം പറഞ്ഞ പ്രശ്നമാണോ? എന്താ മനുഷ്യനും മരിച്ച ആളും തമ്മിലുള്ള വ്യത്യാസം? മരിച്ച ആളും ജീവിച്ചിരിക്കുന്ന ആളും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഹൽ തസ്തബില്ലദീന, അല്ലേ? മരിച്ചയാളും ജീവിച്ചിരിക്കുന്നയാളും സമമാകുമോ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നോടും നിങ്ങളോട് ചോദിക്കുന്നുണ്ടല്ലോ. സമമാകൂല. എന്തേ കാരണം? ഇവിടെ ഉപ്പമാർ മരണപ്പെട്ട മക്കളുണ്ടാവുമല്ലോ, ഭർത്താക്കന്മാർ മരണപ്പെട്ട ഭാര്യമാരുണ്ടാവുമല്ലോ, ചെറിയ കുട്ടികൾ മരണപ്പെട്ട ഉമ്മമാരുണ്ടാവുമല്ലോ. അവരൊക്കെ ഈ മരിച്ചു എന്നല്ലേ നിങ്ങളെ വിശ്വാസപ്രകാരം, അല്ലേ? അതുകൊണ്ടല്ലേ നിങ്ങൾ രണ്ടാമത് വേറെ കല്യാണം കഴിച്ചത്? ഉപ്പ മരിച്ചു എന്ന് പറഞ്ഞത് കൊണ്ടല്ലേ ഉമ്മയുടെ കാർഡിൽ വിധവ എന്ന് പറയുന്നതും മാസാമാസം വിധവാ പെൻഷൻ ഉമ്മാക്ക് കിട്ടുന്നതും? ഉപ്പ മരിച്ചു എന്നുള്ളതുകൊണ്ടാണ്, അല്ലേ? നമ്മുടെ നാട്ടിൽ ഖുതുബ പറയുന്ന ഒരു ഖാലി, ഖതീബായ ഒരു മനുഷ്യൻ മരണപ്പെട്ടു. അദ്ദേഹം മരിച്ചിട്ടില്ല എന്നായിരുന്നു വിശ്വാസമെങ്കിൽ നമ്മളെന്തിനാ വേറെ ഖതീബിനെ അവിടെ സ്ഥാനാവരണം നടത്തുന്നത്? മൂപ്പരന്നില്ലേ? അപ്പം എന്താണ് വിഷയം? മരിച്ചു എന്ന് ഇവിടെ പച്ചയായി ശിർക്ക് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്കും വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വിഷയമാണ് മരണത്തോടുകൂടി ഈ ദുനിയാവുമായുള്ള ബന്ധം അവിടെ വിച്ഛേദിക്കപ്പെടുക. അത്രയേ ഉള്ളൂ. വേറൊരു ലോകത്താണ്. നമ്മൾ കുട്ടികൾ പറയാറുണ്ട് ഒരു പാരലൽ യൂണിവേഴ്സിലാണെന്ന് പറയും. അവർ സമാന്തരമായൊരു ലോകത്തിലാണ്. അവരുടെ റൂഹ്, അല്ലേ, ആലമുൽ അർവാഹിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ഞാൻ കൂടുതൽ പോകുന്നില്ല. ആത്മാക്കളുടെ ലോകമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ റൂഹ് നമ്മുടെ ശരീരത്തിൽ നിന്ന് വേർവിട്ട് പോകും. പിന്നൊരു ഘട്ടമുണ്ട്, അത് നമ്മൾ മരിക്കുമ്പോൾ. ഒരു പക്ഷേ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ പടച്ചോൻ്റെ തീരുമാനപ്രകാരം ആ റൂഹിനെ നമ്മുടെ ശരീരത്തിലേക്ക് തന്നെ, ആത്മാവിനെ നമ്മുടെ ശരീരത്തിലേക്ക് തന്നെ പടച്ചോൻ വിട്ടുതരും, അല്ലേ? ബിസ്മിക റബ്ബി വളഅതു ജംബി എന്ന് തുടങ്ങുന്ന ഉറക്കം കിടക്കയിലുള്ള പ്രാർത്ഥനയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, വൈനംസക്ത റൂഹി, റബ്ബേ നീ എൻ്റെ റൂഹിനെ എങ്ങാനും പിടിച്ചു വെച്ചാൽ അതിനോട് നീ കരുണ കാണിക്കണേ എന്ന് അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന അവിടെയാണ്. എൻ്റെ സൂചന എന്ന് വെച്ചാൽ, മരിച്ചയാളോട് നമ്മൾ ഒരു സങ്കടം പറയുമ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരാളോട് സങ്കടം പറയുന്ന പോലല്ല. നമ്മളിപ്പോൾ ഭർത്തൃ വീട്ടിലെ പ്രയാസങ്ങൾ സ്വന്തം ഉമ്മാനെ വിളിച്ച് സങ്കടം പറയാറുണ്ട്, അല്ലേ? കുറ്റം പറയുന്നല്ല, ആരും പറഞ്ഞിട്ടുമല്ല, പൊതുവെ അങ്ങനെയാണ്, അല്ലേ? അള്ളാഹു നിങ്ങൾക്ക് കാരുണ്യം ചൊരിയട്ടെ, ആമീൻ. നിങ്ങളോട് പ്രയാസപ്പെടുത്തുന്ന എല്ലാ മനുഷ്യന്മാർക്കും പഠിച്ചപോലെ ശിക്ഷിക്കാനല്ല, ഓർക്ക് പുറത്തു കൊടുക്കട്ടെ, ഓലെ മനസ്സ് നന്നാക്കി കൊടുക്കട്ടെ, ആമീൻ. അങ്ങനെ ഒരു മുസ്ലിമിൻ്റെ പ്രാർത്ഥന. ഇല്ലേ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എല്ലാവരും ചത്തൊടുങ്ങൂലേ? അങ്ങനെയാണോ ശാപപ്രാർത്ഥന നമ്മളെങ്ങനെ ഉപയോഗിക്കേണ്ടത്? ഒരു നന്നായ നമുക്ക് ഗുണമല്ലേ ഉള്ളൂ. കൂട്ടരെ, നിങ്ങൾ അമ്മായി അമ്മ എന്ന് വിളിക്കപ്പെടുന്ന ആൾ, അല്ലെങ്കിൽ നാത്തൂനായി നിൽക്കുന്ന നിങ്ങൾക്ക് അങ്ങേയറ്റം പ്രയാസപ്പെടുത്തുന്ന അബൂജഹലിനേക്കാളും നിങ്ങൾക്ക് പ്രയാസമാകുന്ന ഒരു കുട്ടി നിങ്ങളെ വീട്ടിലുണ്ടെന്ന് കൂട്ടാം. ഓളെതിരെ പ്രാർത്ഥിക്കുന്നതിന് പകരം പടച്ചോനെ ഈ കുട്ടീനൊന്ന് നന്നാക്കി കൊടുക്കണേ റബ്ബേ, എൻ്റെ ഉമ്മച്ചിൻ്റെ സ്വഭാവം ഞാൻ നന്നാക്കി കൊടുക്കണേ, ഇതിൻ്റെ ഭാഗികമായിട്ട് പറയണം. അങ്ങനെയാണ് ഒരു മുസ്ലിം പ്രാർത്ഥിക്കേണ്ടത്. ഞാൻ പറഞ്ഞത്, അത്തരം സങ്കടങ്ങൾ വരുമ്പോൾ ഉമ്മാനെ വിളിച്ച് പറയും, അല്ലേ, ഉമ്മ ഞാൻ എന്തുണ്ടാക്കിയാലും പിയാപ്പിളൊക്കെ പിടിക്കുന്നില്ല, എന്തെങ്കിലും ഒരു പ്രശ്നം കണ്ടെത്തും. അത് ശിർക്കാവോ? അത് ശിർക്കാവോ? അന്തേ അള്ളാഹിനോട് മാത്രമല്ല ആവലാതി ഇടാൻ പാടുള്ളൂ. ചിക്കൻ കറി വെച്ചുകൊണ്ട് നിൽക്കുകയാണ്, പുതിയ എണ്ണാണ്, കല്യാണം കഴിഞ്ഞ് കുറച്ചായിട്ടേ ഉള്ളൂ.
അപ്പം പിയാപ്പിളൻ്റെ വീട്ടിൽ പോയി അവിടെ ഒരു സൽക്കാരം നടക്കാൻ. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ ചെയ്യുക, ഓളെ അടുക്കളയിലേക്ക് കയറ്റും. ഓളയിലൊപ്പം BSc നേഴ്സിങ്ങും BCom ഒക്കെ കഴിഞ്ഞായിരിക്കും. പക്ഷേ ഈ കുക്കിങ്ങിൻ്റെ പരിപാടി വല്ലാതെ എല്ലാവർക്കും അറിയണ്ടാവില്ല. അങ്ങനെ അടുക്കളയിലേക്ക് കയറ്റിയിട്ട് ഓള് പറയാണ്, ചിക്കൻ്റെ മറ്റേ സംഭവം ഉണ്ടല്ലോ, അത് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ പറയും, ഓ ആയിക്കോട്ടെ ഇൻഷാ അല്ലാഹ്, ഞാൻ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ പോയിക്കോന്നൊക്കെ പറയും. എന്നിട്ട് വേഗം വിളിക്കും ആരെ, ഉമ്മാനെ. ഉമ്മ പെട്ട് കിടക്കുകയാണ്, നിങ്ങൾ പറഞ്ഞേര്, റെസിപ്പി പറഞ്ഞേര് അല്ലേ. എന്തിനാ അപ്പം ചോദിക്കുക, അത് ഇസ്തിഗാസല്ലേ, സഹായം തേട്ടല്ലേ, ഉമ്മനോട് സഹായം ചോദിക്കുകയല്ലേ ചെയ്തത്, അപ്പോൾ ഷിർക്കല്ലേ, ഷിർക്കാവുമോ? എന്താ ഇതിൻ്റെ തമ്മിലുള്ള മാനദണ്ഡം? അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ വെച്ച ഒരു വ്യവസ്ഥയുണ്ട്, ഒരു സിസ്റ്റമുണ്ട്. ആ സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അനുഭവിപ്പിക്കാൻ കഴിയുന്ന കാര്യമാണ് അല്ലേ. വതആവനു അലൽ ബിർരി വത്തഖ്വ, നിങ്ങൾ ബിർരിൻ്റെ പുണ്യത്തിൻ്റെ വിഷയത്തിലും സൂക്ഷ്മതയിട്ട വിഷയത്തിലും പരസ്പരം സഹായിച്ചുകൊള്ളുക. സഹായം ചോദിച്ചാലേ സഹായം കിട്ടുള്ളൂ, മനസ്സിലായോ? പിന്നെ എന്താ വിഷയം? ഈ പ്രാപഞ്ചികമായി അള്ള വെച്ച ഈ വ്യവസ്ഥിതിക്കപ്പുറത്ത് നിന്ന് ഒരു സഹായത്തേട്ടം നമ്മൾ പ്രതീക്ഷിച്ചാൽ, ഉദാഹരണത്തിന് ജീവിച്ചിരിക്കുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ ഉമ്മ എന്ന് വിളിച്ച് സങ്കടം പറയാം, സഹായം അഭ്യർത്ഥിക്കാം, ഉമ്മാനെ കൊണ്ട് കഴിയുന്ന കാര്യമാണെങ്കിൽ. ഉമ്മ മരിച്ചു പോയതിനു ശേഷം ഉമ്മാൻ്റെ ഖബറിൻ്റെ അടുത്തേക്ക് പോയിട്ട് ഉമ്മ എനിക്ക് കുറേ പ്രയാസങ്ങളുണ്ട്, എന്നെ രക്ഷിക്കണേന്ന് പറഞ്ഞാലോ അത് ശിർക്കായി. എന്താ രണ്ടും തമ്മിലുള്ള വ്യത്യാസം? ഒന്ന് പ്രാപഞ്ചികമായ അള്ള വെച്ച നിയമമാണെന്ത്, ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം നടത്താനും സഹായിക്കാനും ഒരു കുതിരത്ത് പടച്ചോ നൽകിയിട്ടുണ്ട് അല്ലേ. ഒരു തീരുമാനം പടച്ചോണ്ടതാ. എന്നാൽ ഒരാൾ മരണപ്പെടുന്നതോടുകൂടിയോ കഴിഞ്ഞു, അത്രയേ ഉള്ളൂ വിഷയം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാത്തിലും നമുക്ക് മാതൃകയാണല്ലോ. അള്ളാഹിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടു പോകുന്നതിൻ്റെ വഫാത്തിൻ്റെ സമയമെത്തുന്നതിന് തൊട്ടു മുമ്പ് നടത്തിയ ഒരു പ്രാർത്ഥന, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി വതനൻ യുഅബദ്, അള്ളാഹുവേ നീ എൻ്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന ഒരു വിഗ്രഹമാക്കല്ലേ റബ്ബേ, വിഗ്രഹമാക്കല്ലേ റബ്ബേ എന്ന് അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. ഇന്ന് മഹാന്മാരുടെ ജാറത്തിങ്കിലേക്ക് പോകുന്ന ആളുകളില്ലേ, മക്ബറയിലേക്ക് പുണ്യം പ്രതീക്ഷിച്ച് പോകുന്ന ആളുകളില്ലേ, അവിടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണല്ലോ അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖലീഫയായി പിൻഗാമിയായി ഭരണത്തിൽ വന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ത് സുഖമായിരുന്നു എന്നറിയോ അല്ലേ. ഒരു പരീക്ഷണമില്ലാത്തൊരു കാലഘട്ടം ആണോ? അല്ല, ഏറ്റവും കൂടുതൽ പരീക്ഷണം അനുഭവിച്ചത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് ഖലീഫയായിരിക്കെ. എന്താണ്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനെ തുടർന്ന് ഒരുപാട് മുസ്ലിമീങ്ങൾ മുർത്തദായിപ്പോയി, മതം വിട്ടുപോയി. നമ്മളെ നാട്ടിൽ പറഞ്ഞ മതം വിട്ട ചെക്കനും മതം വിട്ട കുട്ടിയായി. പലതും പറയാനുണ്ടായിരുന്നു അവർക്ക് ന്യായം. അള്ളാഹിൻ്റെ റസൂല് കഴിഞ്ഞു, ഇനി അങ്ങക്ക് ദീന് വേണ്ട. വേറെ ചില ആൾക്കാർ പറയാൻ തുടങ്ങി രണ്ടാമതൊരു ഫിത്നയായിരുന്നു, കള്ളപ്രവാചകന്മാർ രംഗത്തിറങ്ങി. മുസൈലിമത്തുൽ കദ്ദാബിനെ പോലെ, അസ്വദുൽ അനസിയെ പോലെയുള്ള ഒരുപാട് കള്ളപ്രവാചകന്മാർ അന്ന് രംഗത്തിറങ്ങി. എന്നിട്ട് പറഞ്ഞു, ഞാനാണ് അള്ളാഹിൻ്റെ റസൂലിന് ശേഷമുള്ള അടുത്ത പ്രവാചകൻ എന്ന് അവർ രംഗപ്രവേശനം നടത്തി. അങ്ങനെയുള്ള രണ്ടാമതൊരു ഫിത്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്തുണ്ടായിരുന്നു. മൂന്നാമതൊരു ഫിത്ന കൂടി നമ്മൾ മനസ്സിലാക്കണം. സക്കാത്തിന് ഞങ്ങൾ ആർക്കും നൽകുകയില്ല എന്ന് പറഞ്ഞിരുന്ന ഒരു സമൂഹവും അവിടെ ഉണ്ടായി. ഇവരോടൊക്കെയും ധർമ്മസമരം നടത്തേണ്ട, ജിഹാദ് നടത്തേണ്ട ഒരു ഉത്തരവാദിത്വം മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്താ ഉണ്ടായെന്നറിയോ? നേരെ ഓടി എങ്ങോട്ടേക്ക്? മദീനത്തെ പള്ളിയുടെ അരികിലുള്ള ആയിഷ ബീവിയുടെ വീട്ടിലേക്ക്. എന്തിനാ ഓടിയെന്നറിയോ? അവിടെ പോയിട്ട് അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ബറയുടെ അഥവാ ജനാസ സംസ്കരിച്ച ആ മക്ബറയുടെ അടുത്ത് നിന്ന് റസൂലിനോട് പ്രാർത്ഥിക്കുകയാണ്. എന്ത്? അള്ളാഹുവിൻ്റെ റസൂലേ, അങ്ങ് കാണുന്നില്ലേ, അങ്ങ് കാണുന്നില്ലേ, ഇവിടെ ഒരുപാട് പ്രയാസങ്ങൾ വന്നില്ലേ, പ്രവാചകരെ തങ്ങളെ അങ്ങ് കാക്കണേ എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രാർത്ഥിക്കുക. ഉണ്ടോ? ഉണ്ടോ? നിങ്ങൾ പറയ്, ഉണ്ടോ? ഇല്ല. പിന്നെന്താ ഉണ്ടായത്? അള്ളാഹിനോട് പ്രാർത്ഥിച്ചു. അള്ളാഹിനോട് പ്രാർത്ഥിച്ചു. അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, അള്ളാഹ് ചോദിക്കുകയാണ്, ഒരടിമക്ക് അള്ളാഹു പോരെ? അതെ, അള്ളാഹ് മതി. ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ചോക്കെ, പുരോഹിത വർഗം, പണ്ഡിത വേഷധാരികൾ ഈ ഉമ്മത്തിനെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്ന് വളരെ കൃത്യമായി ഇപ്പം ബോധ്യപ്പെട്ടില്ലേ? ഇത്രയേ ഉള്ളൂ, പഠിച്ചാൽ ബോധ്യപ്പെടും. അതുകൊണ്ടാണ് റബ്ബ് നമ്മളോട് പറഞ്ഞത് നിങ്ങൾ പഠിക്കണം. ഒന്നാമതായി ഇറങ്ങിയ ആയത്തെന്താ സഹോദരങ്ങളെ, സഹോദരിമാരെ? ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. നീ വായിക്കുന്നതാണ്. വായനക്ക് വലിയ പ്രാധാന്യമുണ്ട്. നിങ്ങളൊക്കെ ഖുർആൻ പാരായണം ചെയ്യാറുള്ള ആൾക്കാരല്ലേ? ഖുർആൻ്റെ അർത്ഥം പഠിച്ചിട്ടുണ്ടോ? ഖുർആൻ്റെ അർത്ഥം എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ? പോട്ടെ, നമ്മൾ നിത്യേന ഓതുന്ന സൂറത്തുകളുണ്ടല്ലോ, ഏറ്റവും ചുരുങ്ങിയത് അതിൻ്റെ അർത്ഥമെങ്കിലും നമുക്കറിയോ? എന്തേ അർത്ഥം പഠിക്കാൻ പാടില്ല എന്ന് ആരും പറഞ്ഞോ? അള്ളാഹിനെക്കാളും വലുതാണോ ആ പറഞ്ഞ ആളുകൾ?
അല്ല പറയാണ് അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, ഖുർആനിനെ കുറിച്ച് അവർ ഉറ്റാലോചിക്കുന്നില്ലേ? ഖുർആനെ കുറിച്ച് ഉറ്റാലോചിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഖുർആൻ ഇങ്ങനെ എടുത്തു നോക്കുക, 30 ജുസ് ഉണ്ട് അല്ലേ? 30 ജുസ് അല്ലേ? ഇതിനകത്ത് കുറേ സൂറത്തുണ്ട്, 114 സൂറത്തുണ്ട് അല്ലേ? അതിൽ 6236 ആയത്തുണ്ട്, ആയത്തുണ്ട് അല്ലേ? ഇതാ ഉറ്റാലോചന? ഇതാണ് ഉറ്റാലോചന. എന്താ ആലോചിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അർത്ഥം പഠിക്കണ്ടേ? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഖൈറുക്കും, നിങ്ങളിൽ ഏറ്റവും നല്ല ആളുകൾ, ഏറ്റവും ഉത്തമനായ ആളുകൾ, മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്ത ആളുകളാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്താ ഖുർആൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ? ഓതുന്ന പഠിക്കേ? വായിച്ച് മനസ്സിലാക്കണം നമ്മളത്. പഠിച്ചു നോക്ക്, സിമ്പിളാണ്. ഇത് പഠിച്ചില്ല എന്താ പ്രശ്നം? വേറെ എല്ലാം പഠിക്കുന്നില്ലേ നമ്മൾ? ഒന്ന് ആലോചിച്ച് നോക്ക്. എന്തെല്ലാം നമ്മൾ പഠിക്കുന്നു, പക്ഷേ ഖുർആൻ്റെ അർത്ഥം മാത്രം പഠിക്കാൻ പാടില്ല. എന്താ പഠിച്ചാൽ പേവ് പറ്റോ? എന്നാ ഉസ്താദിനോട് ചോദിക്കാം. അപ്പോൾ ആരെഴുതിയ തഫ്സീർ വായിക്കാൻ പാടില്ല, ആരെഴുതിയത് വായിക്കണം. അർത്ഥം പഠിക്കാൻ പാടില്ലായിരുന്നുവെങ്കിൽ എന്തിനാണ് നമ്മുടെ നാട്ടിൽ ഖുർആൻ ക്ലാസ് വെക്കുന്നത്? ഖുർആൻ ക്ലാസ്സിൽ എന്താ ഉള്ളത്? ഓത്ത് പഠിപ്പിക്കുകയാണോ ചെയ്യുക? അതേത് വിഭാഗത്തിൻ്റെ ആയിക്കോട്ടെ, വിഭാഗീയത പറയാൻ വേണ്ടിയിട്ടല്ല, ഇസ്ലാം പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എഴുന്നേറ്റുന്നത് അല്ലേ? ഏത് വിഭാഗത്തിൻ്റെ ആയാലും ഖുർആൻ ക്ലാസ് ഉണ്ടാവുമല്ലോ. ഖുർആൻ ക്ലാസ്സിൽ എന്താ നടക്കാറുള്ളത്? ആയത്ത് ഓതും അല്ലേ? ചില ഖുർആൻ ക്ലാസ്സിലൊക്കെ, നമ്മളെ തുറയൂരിലൊക്കെ ഖുർആൻ ക്ലാസ് നടക്കാറുണ്ട്, അൽ ഹിക്മ സെൻറ്ററിൽ, നന്ദിയിലും നടക്കാറുണ്ട്. അവിടെയൊക്കെ എന്താ നടക്കാറുള്ളത്? ഖുർആൻ ഓതും, എന്നിട്ട് ഓദിപ്പിക്കും അല്ലേ? എന്നിട്ട് തജ്വീദിയായ വശങ്ങൾ, ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽഹുവല്ലാഹു അഹദ് എന്നല്ല ഓതണ്ടേന്ന് പഠിപ്പിക്കും. അതിനുശേഷം മൂന്നാമതൊരു പ്രക്രിയയാണെന്ത്? ആശയ വിവർത്തനം. ഖുൽ, പറയുക. ആരോട്? നബിയെ പറയുക. ഹുവല്ലാഹു അഹദ്, ഹുവ അവനാകുന്നു, അല്ലാഹു അല്ലാഹു ആകുന്നു, അഹദുൻ ഏകനാകുന്നു. പ്രവാചകരെ അങ്ങ് പറയുക, അല്ലാഹു ഏകനാകുന്നു. ഇങ്ങനെയാണ്. എന്നാൽ ചില ഖുർആൻ ക്ലാസ്സിലോ ഇത് പറയുന്നതിന് പകരം വേറെ കുറേ അർത്ഥം പറയുന്നില്ലേ? അപ്പോൾ ഉസ്താദിനോട് തിരിച്ചു ചോദിച്ചൂടെ? പഠിപ്പിക്കുന്ന മൗലവിയോട് തിരിച്ചു ചോദിച്ചൂടെ? നിങ്ങൾ ഖുർആൻ അർത്ഥം പറയുന്നില്ലേ? അപ്പോൾ ആ ഖുർആൻ അർത്ഥം പഠിക്കാന്നല്ല, അതിൻ്റെ അർത്ഥം തിരിച്ചു ചോദിക്കാൻ പഠിക്കണം. ഇല്ലാത്തടത്തോളം കാലം നിങ്ങൾ നശിക്കും. അല്ലാഹ് കാക്കട്ടെ, അമീൻ. അതാ പറഞ്ഞ മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക. മൂന്നാമതൊരു ടീം ഇല്ല സഹോദരിമാരെ, മൂന്നാമതൊരു ടീം ഉത്തമരല്ല എന്നാണ് ആ വിഷയം. അതുകൊണ്ട് വിഷയം പഠിക്കുക. ജാറത്തിൻ്റെ വിഷയം പറഞ്ഞു. ഇനി പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് ജാറത്തിലേക്ക് പോകാൻ പറ്റുമോ? ജാറത്തിലേക്ക് പോകാൻ പറ്റൂല എന്ന് തന്നെ പറഞ്ഞു. പിന്നെ ഇതിന് പുണ്യം പ്രതീക്ഷിച്ച് ജാറത്തിലേക്ക് പോകാൻ പറ്റുമോ? അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനുള്ള മറുപടി അന്നേ നൽകിയതാ. 1400 കൊല്ലം മുമ്പേ അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞു, ഒരാൾ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ 3 പള്ളികളിലേക്കല്ലാതെ പോകാൻ പാടില്ല. ഒന്ന് മദീനത്തെ അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയാണ്, മസ്ജിദ് നബവിയ. രണ്ടാമത്തേത് മക്കത്തുൽ മുഹറമയാണ്, കഅബ സ്ഥിതി ചെയ്യുന്ന മക്കത്തെ പള്ളിയാണ്. മൂന്നാമത്തേത് നമ്മൾ ഇന്ന് രോദനം കൊള്ളുന്ന, വല്ലാതെ പ്രയാസപ്പെടുന്ന ബൈത്തുൽ മുഖദ്ദസാണ്. ഈ 3 പള്ളിയിലേക്കല്ലാതെ പുണ്യം തേടി ഏടത്തേക്കും പോകാൻ പാടില്ല. അജ്മീറിലേക്ക് പോകാൻ പാടില്ല, നാഗ്പൂരിലേക്ക് പോകാൻ പാടില്ല, മുത്തുപ്പേട്ടയിലേക്ക് പോകാൻ പാടില്ല, അതേപോലെ തന്നെ ഭീമാ പള്ളിയിലേക്ക് പോകാൻ പാടില്ല, അതേപോലെ തന്നെ പാറപ്പള്ളിയിലേക്ക് പോകാൻ പാടില്ല. ഇത് ഞാൻ പറഞ്ഞതല്ല, അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ. പഠിക്കുക വിഷയം. ഹദീസല്ലേ? നിങ്ങളുടെ കയ്യിൽ ഫോണില്ലേ? നിങ്ങൾ പഠിക്കേ. എല്ലാം കിട്ടുന്ന ഈ കാലത്ത് എന്തെല്ലാം വൃത്തികേടുകൾ കാണാനും കേൾക്കാനും പ്രചരിപ്പിക്കാനും മൊബൈൽ ഫോണും ടെക്നോളജിയും സോഷ്യൽ മീഡിയയും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന നമ്മൾക്ക് ഖുർആനും ഹദീസും മാത്രം പഠിക്കാൻ പാടില്ല. അതെന്തേ? പഠിച്ചാൽ നന്നാവും, പഠിച്ചാൽ നന്നാകും. വമാ ആതാകുമുർ റസൂലു ഫഖുദൂ, അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞ എന്താണ് അത് നിങ്ങൾ എടുക്കുക. വമാ നഹൈതുകും അൻഹു ഫൻതഹു, അത് ഇല്ലാത്തതെല്ലാം ഒഴിവാക്കുക. എന്നാൽ അതേപോലെ തന്നെ അടുത്തൊരു അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയമാണ്, നമ്മൾ പൊതുവെ പണ്ടേ ശീലിച്ചു പോകുന്ന ചില ശീലങ്ങൾ ഉണ്ടാവുമല്ലോ. ആ ശീലങ്ങളുടെ ഭാഗമായി നമുക്കുണ്ടായിരുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതിലൊന്നാണ് പ്രശ്നം വെച്ച് നോക്കാൻ അമ്പുകൾ ഉപയോഗിക്കുക. അതേപോലെ തന്നെ നമ്മൾ കുട്ടികൾ പറയാറുണ്ട് സ്കൂളിലേക്ക് പോകുമ്പോൾ, എടാ ഇഞ്ഞ് നോക്കല്ലേ എന്ന് പറയും. എന്താ? അവിടെ 1 മൈനയാണ്, 2 മൈനയാണേ നോക്കാൻ പറയും. അതെന്താ സംഭവം? ശകുനം. എന്തേ 2 മൈനേനെ കണ്ടാൽ? 2 മൈനേനെ കണ്ടാൽ ഗുഡ്, 1 മൈനയാണെങ്കിലോ ബാഡ് അല്ലേ? അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അങ്ങനെ ഒരു ശകുനം നോക്കൽ തീറത്തു ശിർക്കുൻ, അങ്ങനെ ശകുനം നോക്കൽ ശിർക്കാണ്, അള്ളാഹുവിൽ പങ്കുചേർക്കുക. എങ്ങനെ? ഈ ലോകത്ത് എല്ലാ കാര്യങ്ങളും അള്ളാഹിൻ്റെ തീരുമാനപ്രകാരം മാത്രമല്ലേ സഹോദരിമാരെ നടക്കുന്നത്? അതല്ലേ ഒരു മുസ്ലിമിൻ്റെ വിശ്വാസം? അൽ ഈമാനു ബിൽ ഖദർ അല്ലേ? ഖൈറും ഷെറും അള്ളാഹുവിൽ നിന്നാണ്. അപ്പം ഭാവി അറിയുന്നവൻ പടച്ചോനാണ് അല്ലേ? അപ്പോൾ ഒരാളിങ്ങനെ പക്ഷിയെ പറത്തി വിട്ടു നോക്കുക. പണ്ടത്തെ രാജാക്കന്മാർക്കൊക്കെ ഉണ്ടായിരുന്നു, അത് അത്തീറത്തു എന്ന് പറഞ്ഞത്
അല്ലേ? തീറത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ത്വയ്റാണ്. അപ്പോൾ ഒരു കിളിയെ ഇങ്ങനെ പറത്തും, ഒരു പ്രാവിനെയാണ് പൊതുവെ പറത്താറുള്ളത്. വലതുഭാഗത്തേക്ക് പറന്നാൽ യാത്ര സുഗമമാകും, ഇടത്തേക്ക് പറഞ്ഞാലോ യാത്ര ദുസ്സഹമാകും. അപ്പോൾ ഇടത്തേക്ക് വിട്ടാൽ യാത്ര അവിടെ തടഞ്ഞു വെക്കും, ഇനി പോകില്ല എന്ന് പറയും, അല്ലേ? നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു അത്. സഹോദരിമാരെ, അത് ശിർക്കാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ത്? തഅല്ലഖ തമീമ, അഥവാ ഏലസ്, ഉറുക്ക്, മന്ത്രണം, ചരട് തുടങ്ങിയ കാര്യങ്ങൾ മന്ത്രി ചൂതി കെട്ടുക എന്നുള്ളത്. അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാത്തിലും നമ്മുടെ മാതൃക. ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം ഇവിടെ ഒരു ഹർഫ് പോലും ഉച്ചരിച്ചില്ല. എല്ലാം ഖുർആൻ്റെ ഹദീസിൻ്റെ വിഷയമാണ്. നിങ്ങൾക്ക് ഓരോന്നും ഇങ്ങനെ പറഞ്ഞിരുന്നുണ്ടല്ലോ, നോട്ട് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. നോട്ട് ചെയ്തോളി, വിമർശനത്തിന് വേണ്ടി പഠിച്ചോളി, എന്നിട്ട് ജീവിതത്തിലേക്ക് പകർത്തിയാൽ മതി. ഞാൻ പറഞ്ഞു എന്നുള്ളതിൻ്റെ പേരിലോ ഇവിടെ നിന്നൊരു ഹർഫ് കേട്ടു എന്നുള്ളതിൻ്റെ പേരിലോ നിങ്ങൾ ജീവിതത്തിലേക്ക് എടുക്കരുത്. ഒരു അഭ്യർത്ഥനയാണ്. പഠിക്കണം, പഠിച്ചിട്ട് ജീവിതത്തിലേക്ക് പകർത്താം. അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ദൂരത്ത് നിന്ന് ഒരുപാട് ദൂരം യാത്ര ചെയ്തുകൊണ്ട് 13 മനുഷ്യർ ബൈഅത്ത് ചെയ്യാൻ വേണ്ടി വന്നു. അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ 12 ആളുകളുടെ ആണുങ്ങളാണ്, 12 ആണുങ്ങളുടെയും ബൈഅത്ത് സ്വീകരിച്ചു. ബൈഅത്ത് സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഉടമ്പടി ചെയ്യാണ്. ഞാൻ അങ്ങയിൽ വിശ്വസിച്ചിരിക്കുന്നു, അങ്ങയുടെ കൂടെ ഉണ്ടാവുന്നുള്ളത്. 13ാമത്തെ ഒരാളെ മാറ്റി നിർത്തി. അതെന്തേ? അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വഹാബികൾ ഈ ചോദ്യം ചോദിച്ചപ്പോൾ എന്തേ മൂപ്പരെ മാറ്റി നിർത്തിയത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, മൻ തഅല്ലഖ തമീമതൻ ഫഖദ് അശ്റക. ആ 13ാമൻ്റെ കയ്യിൽ മന്ത്രി ചൂരി കെട്ടിയ ഒരു ഏലസ് ഉണ്ടായിരുന്നു. അള്ളാഹിൻ്റെ റസൂൽ അത് പൊട്ടിച്ചു കളഞ്ഞു. എന്നിട്ട് പറഞ്ഞു, മൻ തഅല്ലഖ തമീമതൻ ഫഖദ് അശ്റക. ആരെങ്കിലും ഏലസ് കെട്ടിയാൽ, ആരെങ്കിലും ഉറുക്ക് കെട്ടിയാൽ അവൻ ശിർക്ക് ചെയ്തു, അവൾ ശിർക്ക് ചെയ്തു. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ക്രിസ്റ്റൽ ക്ലിയറായ പ്യൂരിറ്റിയുള്ള സ്വഹീഹായ ഹദീസാണ്. പഠിച്ചു നോക്കുങ്ങൾ, വിഷയം മനസ്സിലാകും. സഹോദരിമാരെ, ഇവിടെ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം എന്താണ്? നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നറിയോ? നമ്മൾ ഏതൊരു കാര്യം പഠിക്കുമ്പോഴും അഭിപ്രായ വ്യത്യാസം വരുമ്പോൾ എങ്ങോട്ട് നോക്കണം, ഏതെടുക്കണം? ഇപ്പോൾ പലരും പറയാറുണ്ട്, തൗഹീദൊക്കെ നമുക്ക് മനസ്സിലായി നിങ്ങൾ പറഞ്ഞത്. തൗഹീദിന് 3 ഇനങ്ങളുണ്ട് എന്നൊക്കെ അറിയാം. ഒന്ന് റുബൂബിയത്താണ്, മറ്റേത് ഉലൂഹിയത്താണ്, മറ്റേ അസ്മാവ സിഫാത്താണ് എന്നൊക്കെ നമ്മൾ പറയും. എന്നാൽ അതിൻ്റെ അപ്പുറത്തേക്ക് എല്ലാവരും പറയുന്നത് എന്താ? പൊതുവേ ഞങ്ങൾ തൗഹീദുള്ളവരാണ്, നിങ്ങളാണ് ശിർക്ക് ചെയ്യുന്നോല്, അല്ലേ? നമ്മളെ നാട്ടിൽ ഇന്ന് മുസ്ലിം സമുദായത്തിൻ്റെ ഇടയിലുള്ള ഏറ്റവും വലിയ പ്രയാസം എന്താ? കുട്ടികൾ പറയും, പുതിയ യുഗത്തിലെ യൂത്തന്മാരും യൂത്തികളും പറയുന്ന ഒരു കാര്യം എന്താ അറിയോ? എല്ലാ കാര്യത്തിലും അഭിപ്രായ വ്യത്യാസം. കൈയ്യെട്ടുന്ന മുതൽ പ്രാർത്ഥിക്കുന്ന വിഷയം വരെ എല്ലാത്തിലും അഭിപ്രായ വ്യത്യാസം. എന്താ ഇപ്പം ഇത് ചെയ്യുക? എന്നാൽ പിന്നെ ദീനങ്ങ് ഒഴിവാക്കിയാലോ എന്ന് മക്കൾ ചോദിക്കുകയാണ്. അവരോടുള്ള മറുപടിയാണ്, എല്ലാവരോടുള്ള മറുപടിയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നിസായിലെ 59ാമത്തെ, നമ്മുടെ നാട്ടിലെ 59ാമത്തെ ആയത്ത്, സൂറത്തുൻ നിസാ, സ്ത്രീകൾ എന്നറിയപ്പെടുന്ന ആ സൂറത്തിലെ 59ാമത്തെ ആയത്ത് അല്ലാഹ് പറയാണ്, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ. നമ്മളെ വിളിച്ചുകൊണ്ട് പഠിച്ചോൻ പറയാൻ, നിങ്ങൾ അള്ളാഹനെ അനുസരിക്കണം, റസൂല, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിങ്ങൾ അനുസരിക്കണം, ഉലുൽ അംരി മിൻകും, നിങ്ങളിൽ നിന്നുള്ള കൈകാര്യകർത്താക്കളെയും നിങ്ങൾ അനുസരിക്കുക. ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ, അപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാകുകയാണ് എങ്കിൽ, അഭിപ്രായ വ്യത്യാസമുണ്ടാവുകയാണ് എങ്കിൽ, 2 അഭിപ്രായം വന്നാൽ എന്ത് ചെയ്യണം? ഫറുദ്ദൂഹു ഇലല്ലാഹ്, നിങ്ങളത് അള്ളാഹുവിലേക്ക് മടക്കണം. റസൂൽ, അള്ളാഹിൻ്റെ റസൂലിലേക്ക് മടക്കണം. എന്താ അള്ളാഹുവിലേക്കും റസൂലിലേക്കും മടക്കുക എന്ന് പറഞ്ഞാൽ? തഫ്സീർ എടുത്ത് പഠിച്ചു നോക്കി, മലയാളത്തിലുണ്ട് അമാനി തഫ്സീർ. ഇനി അതുമല്ല, അമാനി തഫ്സീർ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പണ്ടേ ചട്ടം കെട്ടിയ ആളുകളുണ്ടാവും ഇതിൽ. അവരോട് പറയാനുള്ളേ, KC ഉസ്താദ് എഴുതിയ, കണ്ണൂരിലുള്ള KC ഉസ്താദ് സമസ്തയുടെ വലിയ പണ്ഡിതനായിരുന്നു. അദ്ദേഹം ഖുർആന് പരിഭാഷ എഴുതിയിട്ടുണ്ട്. അതൊന്ന് എടുത്തു നോക്ക്. സൂറത്തുൻ നിസായിലെ 59ാമത്തെ ആയത്ത് എന്തായാലും പറയുന്നത്? ഖുർആനിലേക്കും സുന്നത്തിലേക്കും അതിനെ മടക്കുക. അല്ലാതെ ഇന്നാൾ പറഞ്ഞു, എൻ്റെ വല്യാപ്പ അത് ചെയ്തിട്ടുണ്ടായിരുന്നു, എൻ്റെ ഉമ്മമ്മ അതാ പഠിപ്പിച്ചെന്നത്, എൻ്റെ ഇന്നാളിതാണ് പഠിപ്പിച്ചെന്നത്, എൻ്റെ അയൽവാസികൾ ഇതാണ് പഠിപ്പിച്ചെന്നത്. ഇല്ല, അള്ളാഹു അതിന് പരിഹാരം പഠിപ്പിച്ചെന്നു. എന്താ? ഖുർആനിലേക്ക് സുന്നത്തിലേക്ക് നമുക്ക് നോക്കാം. അപ്പോൾ ഏത് വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം വന്നാലും നമ്മൾ സ്വീകരിക്കേണ്ട നിലപാടെന്താ സഹോദരിമാരെ? അള്ളാഹുലേക്കും റസൂലിലേക്കും മടക്കുക എന്നുള്ളതാണ്. പിന്നെ ജീവിച്ചിരിക്കുന്ന വലിയകളോട് പ്രാർത്ഥിക്കാൻ പറ്റൂലേ, സഹായം അഭ്യർത്ഥിക്കാൻ പറ്റൂലേ എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ? നിങ്ങൾ സ്ത്രീകളാണല്ലോ. ഒരു സ്ത്രീയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ വലിയത്തായി പരിചയപ്പെടുത്തുന്നുണ്ട്, അള്ളാഹിനെ വലിയായിട്ട് പരിചയപ്പെടുത്തുന്നുണ്ട്. ഓരോ പേരിൽ ഒരു സൂറത്ത് തന്നെ വിശുദ്ധ ഖുർആനിലുണ്ട്. ആരാ? ഇവിടെ കുറേ ആൾക്കാർക്ക് പേരുണ്ടാവും. എന്താ? മറിയം, അല്ലേ? മറിയം ബീവി അലൈഹിസ്സലാം.
അള്ളാഹിൻ്റെ വലിയത്താണ് ഒരു എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമുണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയമുണ്ടോ? വലിയല്ലേ? ഉറപ്പല്ലേ? ഓക്കെ. സൂറത്തു മറിയമിലെ 1-ാമത്തെ പേജ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കാഫ് ഹാ യാ ഐൻ സാദ് ദിക്റു റഹ്മതി റബ്ബിക അബ്ദഹു സക്കരിയ ഇദ് നാദാ റബ്ബഹു നിദാഅൻ ഖഫിയ. സക്കരിയ നബി അലൈഹിസ്സലാം ആരാ? അള്ളാഹിൻ്റെ പ്രവാചകനാണ്, വലിയാണ്. അതേപോലെ തന്നെ കഫലഹ സക്കരിയ, മറിയം ബീവിയുടെ സംരക്ഷകനുമാണ്, സംരക്ഷണം ഏറ്റെടുത്ത ആളാണ്. സക്കരിയ നബി അലൈഹി സ്വലാം അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന, വലിയാണ് പ്രാർത്ഥിക്കുന്നത്. ആരോടാണ്? റബ്ബഹു, അവൻ്റെ രക്ഷിതാവിനോട്, അദ്ദേഹത്തിൻ്റെ രക്ഷിതാവിനോട്. ആരോട്? പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കുക. എന്താ പ്രാർത്ഥന? ഖാല റബ്ബി ഇന്നി വഹനൽ അദ്മു മിന്നി. പടച്ചോനെ, എൻ്റെ എല്ലൊക്കെ ഇങ്ങനെ ദ്രവിച്ചു പോകാനായി, വളഞ്ഞിങ്ങനെ കൊണ്ടിരിക്കുക. അതായത് വയസ്സായി തുടങ്ങിയിട്ടുണ്ട് അല്ലേ? പക്ഷെ എനിക്ക് കുട്ടികളില്ല. വകാനത് ഇംറഅതി ആഖിറ, എൻ്റെ ഭാര്യക്കും പ്രായമായിട്ടുണ്ട്. അവള് പ്രസവം നിർത്താനുള്ള ആ ഒരു പ്രായം ഉണ്ടല്ലോ, അതിലേക്ക് എത്തിയിട്ടുണ്ട്. എന്നിട്ടോ വഖദ് ബലഗ്തു മിനൽ കിബരി അതിയ, പ്രായം അങ്ങേ അറ്റത്തെ അവസ്ഥയിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ട്. ഹബ്ലി മിൻ ലദുൻക വലിയ, മറ്റൊരായത്താണ്, എനിക്ക് നീ നിന്റെ ഔദാര്യം കൊണ്ടൊരു കുട്ടിയെ തരണേ. ആരാ പ്രാർത്ഥിക്കുന്നത്? അള്ളാഹിൻ്റെ വലിയ, അള്ളാഹിൻ്റെ പ്രവാചകൻ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ് വന്ന സക്കരിയ നബി അലൈഹി സ്വലാം പ്രാർത്ഥിക്കുക. ഒന്ന്, ആ പേജിൽ തന്നെ മറ്റൊരു വലിയത്തിനെ കൂടി അള്ളാഹു സുബ്ഹാനഹു വതആല പരിചയപ്പെടുത്തുക. അതാരാ? മറിയം ബീവി. കുല്ലമാ ദഖല അലൈഹാ സക്കരിയൽ മിഹ്റാബ്. സക്കരിയ നബി അലൈഹി സ്വലാം മറിയം ബീവിൻ്റെ അടുത്ത് പോയപ്പോഴെല്ലാം അവിടെ വജദ ഇൻദഹാ റിസ്ഖ, ആ നാട്ടിൽ ആ സീസണിൽ പഴുക്കാത്ത പഴങ്ങൾ മറിയം ബീവിൻ്റെ മുമ്പിൽ അത് കാണുക. മറിയം ബീവിൻ്റെ മുമ്പിൽ അത് കാണുകയാണ്. നമ്മുടെ നാട്ടിലാണ് അത് നടന്നത് എങ്കിൽ പ്രിയപ്പെട്ടവരെ ഒന്ന് ചിന്തിച്ചു നോക്ക്, എന്താ ഉണ്ടാവുക? വാമൊഴിയായും വാട്സപ്പിലൂടെയും ഒരു സന്ദേശം വരും. അമ്മച്ചിയെ നിങ്ങൾ അറിയോ? ആയിഷ ഈ അറിയോ? എന്തേ ഒരു ഭയങ്കര സംഭവം നടന്നു നമ്മുടെ നാട്ടിൽ. എന്താ സംഭവം? എന്താ സംഭവം? നമ്മളെ പള്ളിയിലെ സക്കരിയ നബി ഖുത്ബ പറയുന്ന പള്ളിയിലെ അവിടുത്തെ പരിചാരകയായി, പള്ളിയുടെ പരിചാരകയായി ഒരു വലിയത്തില്ലേ, മറിയം അലൈഹിസ്സലാമയില്ലേ? ആ മറിയം ബീവിയുടെ അടുത്ത് വന്ന കറാമത്ത് കണ്ടോ നിങ്ങൾ? അള്ളാഹിൻ്റെ വലിയത്തായ മറിയം ബീവിയുടെ കറാമത്ത് കണ്ടോ? ഈ നാട്ടിൽ ഇന്നേ വരെ നമ്മൾ ഈ സീസണിൽ കാണാത്ത പഴങ്ങളും റിസ്ക്കും അതാ മറിയം ബീവിൻ്റെ മുമ്പിലുണ്ട്. നമ്മുടെ നാട്ടിലാണ് എന്താ ചെയ്യുക? ആളുകൾ ഓടും. കൈ മുത്താൻ ഒരാൾ, കാല് മുത്താൻ ഒരാൾ, കായ് കൈകി കൊടുത്ത് അതിൻ്റെ വെള്ളം കുടിക്കാൻ വേറൊരാൾ ഇല്ലേ? നിങ്ങൾ ചിന്തിച്ച് നോക്ക് അല്ലേ? അതല്ലേ നമ്മളെ നാട്ടിൽ നടക്കുക. പിന്നെയോ അത്യാവശ്യം കുറച്ചൊരു തെക്ക് വെള്ള ആളാണെങ്കിൽ മറിയം ബീവി മാറി നിൽക്കും. ഉദാഹരണം പറയുകയാണേ, നമ്മളെ കഥാപാത്രത്തിലേക്ക് വരികയാണ്. തെക്ക് ഇല്ലാത്ത ലാഭം ഉണ്ടാക്കാൻ വിചാരിച്ച ആളാണെങ്കിലോ എന്നാ മുത്തിക്കോന്ന് അറിയും. പണിക്ക് പോകണ്ടല്ലോ, പണിക്ക് പോകണ്ടല്ലോ, എന്ത് സുഖ, ഇങ്ങനെ ഇരിക്കുക, കൈ കൊടുക്കുക, മുത്തം കിട്ടുക, തുടച്ച് കളിയുക, പൈസ എടുക്കുക. ഞാനിതൊരു തമാശ രൂപത്തിൽ പറയുകയാണെങ്കിലും ഒന്ന് ചിന്തിച്ച് നോക്ക്, അതല്ലേ നമ്മളെ നാട്ടിൽ നടക്കുക. എന്നാൽ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ചരിത്രം പറയുന്നിടത്ത് നമുക്ക് വളരെ കൃത്യമായി പഠിപ്പിച്ചു തരുന്ന ഒരു കാര്യം എന്താ അറിയോ? സൂറത്തു മറിയമിൽ നമുക്ക് കാണാൻ കഴിയും, അള്ളാഹിൻ്റെ പ്രവാചകനായ സക്കരിയ നബി അലൈഹിസ്സലാം അത് കണ്ടയുടനെ തന്നെ അള്ളാഹിനോട് പ്രാർത്ഥിക്കുകയാണ്. എന്ത്? ആ പ്രാർത്ഥിക്കാൻ ഒരു കാരണമുണ്ട്. മഹദിയായ മറിയം ബീവിനോട് സക്കരിയ അലൈഹി സ്വലാം ചോദിക്കുന്ന ചോദ്യം എന്താ അറിയോ? മറിയം അന്നാലക്കി ഹാദ, ഇത് എവിടുന്ന് കിട്ടി? പറഞ്ഞു, അല്ലാഹ് തന്നതാ. ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. പ്രവാചകനായ സക്കരിയ നബിയോടാണ് പറയുന്നത്. എന്ത്? എന്താ പറയുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വളരെ കൃത്യമായി റിസ്ക് നൽകും. അള്ളാഹു കണക്കാക്കാത്ത, നമ്മൾ കണക്കാക്കാത്ത പലതും അള്ളാഹു കയ്യും കണക്കില്ലാതെ നമുക്ക് റിസ്ക് നൽകും. സക്കരിയ നബി എന്താ ചെയ്തത്? അള്ളാഹിൻ്റെ വലിയത്താണല്ലോ മറിയം ബീവി, എന്നാ മറിയം ബീവിനോട് പ്രാർത്ഥിക്കുക. ഉണ്ടോ? ഒരായത്ത്, ഖുർആനിൽ ആയത്ത് വേണ്ട, ഒരു വരി, ഒരക്ഷരം. യാ മറിയമു ഹബ്ലി മിൻ ലദുൻക വലിയ. ഏ അള്ളാഹിൻ്റെ വലിയത്തായ മറിയമേ, നിന്റെ മുമ്പിലുള്ള കറാമത്തെല്ലാം ഞാൻ കണ്ടു, എനിക്ക് ബോധ്യപ്പെട്ടു വലിയത്താണ് എന്ന്. നിങ്ങൾ അള്ളാഹുലേക്ക് അടുത്ത ആളല്ലേ? എൻ്റെ പ്രാർത്ഥന റബ്ബ് നേരിട്ട് സ്വീകരിക്കൂലല്ലോ. നിങ്ങളല്ലേ വലിയ ആള്, നിങ്ങൾ എനിക്കൊരു കുട്ടീനെ തരണേ പ്രാർത്ഥിച്ചോ.
ഇല്ല. പിന്നെയോ സക്കരിയ നബി പ്രാർത്ഥിക്കുന്നത് പടച്ചോനോടാണ്, ഹബ്ലി മിൻ ലദുൻക വലിയ. കാരണം എന്താ, അവിടുന്ന് കിട്ടി. മറിയം ബീവി പ്രാർത്ഥിച്ചപ്പോൾ മറിയം ബീവിക്ക് കിട്ടി. അപ്പം എന്താ, ഞാൻ പ്രാർത്ഥിച്ച പടച്ച റബ്ബ് തരും. മഹാന്മാരായ എല്ലാ പ്രവാചകന്മാരും അവരുടെ സമൂഹത്തേക്ക് പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരേ ഒരു കാര്യം, അനി അബുദുല്ലാ, നിങ്ങൾ അല്ലാഹനെ മാത്രം ആരാധിക്കണേ. വലാ തുശ്രികൂ ബിഹി ഷൈഅ, മറ്റൊന്നിനെയും അല്ലാഹുവിൽ പങ്കു ചേർക്കാതിരിക്കണേ. സഹോദരിമാരെ, അതുകൊണ്ട് തന്നെ ഈ വിഷയമോട് അവസാനിപ്പിക്കുകയാണ്. കേവലം ഒരു കുറച്ച് നിമിഷങ്ങൾ മാത്രം എടുത്ത ഈ ഒരു പ്രഭാഷണത്തിലോ പ്രസംഗത്തിലോ നിങ്ങൾ കേട്ട് മനസ്സിലാക്കിയ കുറച്ച് പോയിന്റുകൾ ഉണ്ടാവും. ഇത് മാത്രമല്ല തൗഹീദ്. തൗഹീദെല്ലാം മനസ്സിലാക്കി ഞാൻ പെരുമയെന്ന് ഒരുപാട് തൗഹീദ് പ്രസംഗമൊക്കെ കേട്ട് വന്നതാ, എനിക്കിനി ഒന്നും പഠിക്കണ്ട, അങ്ങനെ ആരും വിചാരിക്കരുത്. ഖുറാനിൽ 1-2 ആയത്തല്ല തൗഹീദ് പറയാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയത്, അടിക്കടെ ഇറക്കിയതാണ്. അതുകൊണ്ട് തന്നെ പഠിക്കുക, തൗഹീദ് വളരെ കൃത്യമായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുന്ന എല്ലാ സാഹചര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് പഠിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ നിന്ന് മുറ്റത്തേക്ക് പോലും ഇറങ്ങാതെ തൗഹീദ് പഠിക്കാൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്ത് പഠിക്കാൻ, വീണ്ടും സ്വലാത്തുകളോടൊക്കെ മറന്നുപോയി, ഞാൻ ഓർമ്മപ്പെടുത്തുന്നില്ല, നിങ്ങൾ തീരുമാനിച്ചോളി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ പഠിക്കാൻ, ബിദ്അത്ത് എന്താണ് എന്ന് മനസ്സിലാക്കി അതിൽ നിന്നും വിട്ടു നിൽക്കാൻ നിങ്ങൾക്ക് പ്രായോഗികമായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആപ്പ് ഉണ്ട്. നമ്മളെ ഫോണിൽ വാട്സപ്പ്, ഫേസ്ബുക്ക് ഒക്കെ ഉണ്ടാവൂലേ. പീസ് റേഡിയോ എന്നാണ് അതിൻ്റെ പേര്. പീസ് റേഡിയോ. അവസാനിപ്പിക്കുകയാണ്. എൻ്റെ സഹോദരിമാരോട് പറയാനുള്ളത്, നിങ്ങളൊക്കെ ഫോണിൽ എന്ത് ചെയ്യണം, ആപ്പ് സ്റ്റോറിലോ പ്ലേ സ്റ്റോറിലോ കയറി പീസ് റേഡിയോ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യണം. രാവിലെ മുതൽ രാത്രി വരെ നിങ്ങൾക്ക് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരെ കേൾക്കാൻ പറ്റും. 24 മണിക്കൂറും ലൈവായി സംപ്രേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന റേഡിയോ ആണ് മലയാളത്തിൽ പീസ് റേഡിയോ. നിങ്ങൾ ഖുർആൻ പഠിക്കാൻ 500 പദ്ധതിയുണ്ട്. അഖീദ പഠിക്കാൻ, വിശ്വാസരംഗം പഠിക്കാൻ, തൗഹീദ് പഠിക്കാൻ അതിൽ അവസരങ്ങളുണ്ട്. കർമ്മശാസ്ത്രം പഠിക്കാൻ, കർമ്മസരണി, ഫിഖ് അതിലുണ്ട്, എല്ലാം അതിലുണ്ട്. അതുകൊണ്ട് തന്നെ പഠിക്കാൻ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായ തൗഹീദ് അനുസരിച്ച് ജീവിക്കുന്ന നല്ലവരായ ഉമ്മത്തീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അറിവില്ലായ്മ കൊണ്ടോ തെറ്റിദ്ധാരണ കൊണ്ടോ ആരുടെയൊക്കെയോ പ്രേരണ കൊണ്ടോ അല്ലെങ്കിൽ താല്പര്യപ്രകാരമോ ശിർക്ക് ചെയ്തു പോയ ആളുകളാണ് നമ്മൾ എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്നെല്ലാം വിട്ടു നിൽക്കാനും തൗബ തേടി തൂബു ഇലല്ലാഹി തൗബത്തൻ നസൂഹ എന്ന് പറഞ്ഞ പോലെ ആത്മാർത്ഥമായ നിഷ്കളങ്കമായ തൗബ തേടി അല്ലാഹുവിലേക്ക് മടങ്ങാനുള്ള തൗഫീക്ക് അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹദാ വല്ലാഹു അലം. അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുസ്ലിമീന من كل ذنب فاستغفروه إنه هو الغفور.